Bohr's theory of hydrogen atom. ഇത് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. 5 മാർക്കാണ് പരീക്ഷയ്ക്ക്. ചിലപ്പോൾ ഇത് 3 മാർക്കിന് എസ്സേ ചോദിച്ചിട്ട് ബാക്കി ഡയഗ്രാം വരയ്ക്കാൻ പറയും. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഡയഗ്രാം മാത്രമായിട്ട് പോകും, അല്ലെങ്കിൽ ഫുള്ള് വരും. ബോർസ് തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇതൊരു വലിയ എസ്സേ ആണ്. ഇതിന് 2 പാർട്ടുണ്ട്. രണ്ടും കൂടി ചേർത്തല്ല 5 മാർക്കിന്. പണ്ട് രണ്ടും കൂടി ചേർത്ത് 5 മാർക്കിന് ചോദിക്കുമായിരുന്നു. ഒരു പാർട്ട് 3 മാർക്കാണ്. ഒന്നുകിൽ പകുതി വരെ ചോദിക്കും, അല്ലെങ്കിൽ പകുതിക്ക് ശേഷം ചോദിക്കും. കൂടെ വേറെ ചോദ്യവും കാണും. ഇപ്പം അങ്ങനെയാണ് അതിൻ്റെ അതുതാൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ പോലെ. അക്കോർഡിംഗ് ടു ബോർ തിയറി എന്ന് പറയുന്നതിനേക്കാളും അക്കോർഡിംഗ് ടു റുദർഫോർഡ് ആറ്റം മോഡൽ, an atom consists of രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് അതിൻ്റെ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൻ്റെ നമ്പർ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ZD. Where Z is the atomic number. അത് പോസിറ്റീവാണ്. അതിന് ചുറ്റും an electron is revolving along a radius, a circular orbit of radius r. With a velocity v. ഇപ്പോൾ ഈ ഡയഗ്രാം പരീക്ഷയ്ക്ക് വരച്ചിരിക്കണം. ആ ഡയഗ്രാം ടിക്ക് ചെയ്തേ. അക്കോർഡിംഗ് ടു ബോർ തിയറി അല്ലെങ്കിൽ റുദർഫോർഡ് ആറ്റം മോഡൽ, എ ന്യൂക്ലിയസ്, an atom consists of a nucleus of charge Ze, around which an electron of charge E and mass m is revolving in a circular orbit of radius r with velocity v. ഈ ഡയഗ്രാം എക്സാമിനേഷന് ചോദിക്കും. അത് ടിക്ക് ചെയ്യുക. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യം, ന്യൂക്ലിയസ് പ്ലസ് എന്നെടുത്ത് കാണിച്ചിരിക്കുക. ഇലക്ട്രോണിന് മൈനസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ മൈനസ് കൊടുക്കുക, അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇലക്ട്രോൺ എന്നൊരു വാക്കോടെ പറഞ്ഞാൽ മതി. ബാക്കി മുഴുവനും മാത്തമാറ്റിക്സ് ആണ്, ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഇതിനകത്ത് മുഴുവനും. കുറേ നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ഞാൻ പുതുതായിട്ട് പ്രത്യേകിച്ചൊന്നും തന്നെ പറയുന്നില്ല. Consider an atom
which consists of a nucleus of charge ZE. തൽക്കാലം നമ്മൾ ZD എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രജൻ ആറ്റം Z equals 1 എന്നാക്കും. Of charge ZD ബ്രാക്കറ്റിനകത്ത് for hydrogen Z is equal to 1 എന്നാക്കും. നമ്മൾ ജനറൽ എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് Z എഴുതുന്നത്. ചാർജ് ZE around which an electron of mass m and charge E is revolving in a circular orbit of radius r with velocity v. As in figure എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയി. ഇത്രയും നമുക്ക് ഇൻട്രൊഡക്ഷനോട് പറയാനുള്ളൂ. ഇതിനകത്ത് ശ്രദ്ധിച്ചെടുത്തേണ്ട പറയേണ്ട ഒരു കാര്യം സർക്കുലർ ഓർബിറ്റ് എന്നുള്ള വാക്ക് വിട്ടുപോയത്. അതാണ് അതിൻ്റെ ഒരു ഫെയിലിയർ. ബോർ ആറ്റം മോഡലിൻ്റെ ഒരു ഫെയിലിയർ ഈ സർക്കുലർ ഓർബിറ്റ് പറഞ്ഞു എന്നുള്ളതാണ്. As in figure. Since the electron is in circular orbit, it has to provide necessary centripetal force. Here, it is provided by the force of attraction between the electron and the nucleus. ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, ന്യൂക്ലിയസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രോണും ആ ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തുകൊള്ളും. ഞാനത് വേറെ കോളം എടുക്കുന്നത് എനിക്ക് ഇത്തിരി നീളത്തിൽ എഴുതണം. ഞാൻ എടുത്ത് കുറേ ഇക്വേഷൻസ് ആണ്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ കുറവാണ്. എല്ലാം ഇക്വേഷൻസ് വെച്ചുള്ള കളിയാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്തുവാണ്? mv സ്ക്വയർ ഡിവൈഡഡ് ബൈ r. mv സ്ക്വയർ ഡിവൈഡഡ് ബൈ r ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 1/4πε0. ഞാൻ തൽക്കാലം 1/4π അങ്ങനെ തന്നെ ഇടേണ്ടി വരും. അത് അവസാനം ഇടാം. 1/4πε0 ഇൻറ്റു ZD Q1 Q2 ZD ഇൻറ്റു E ഡിവൈഡഡ് ബൈ R സ്ക്വയർ. അവിടെ 1/4πε0 നമ്മൾ ജനറൽ ഫോർമാറ്റിൽ എഴുതി തന്നെ പഠിക്കേണ്ടി വരും. 4πε0 എൻ്റെ കൈ എപ്സിലോൺ. ഒരു മിനിറ്റ്, എൻ്റെ നമ്പർ എടുത്തിട്ട് 238 1/4πε0 1/4πε0 ഇൻറ്റു Z EE divided by R square. ക്ലിയർ ആയല്ലോ? നമുക്ക് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുമ്പോഴും ഈ ഫോർമാറ്റിൽ എഴുതി പഠിക്കണം, അല്ലെങ്കിൽ പിന്നെ എക്സാമിനേഷൻ അവർക്ക് വേരി ചെയ്യാൻ വലിയ പ്രയാസം വരും. പരീക്ഷയുള്ള പ്രശ്നം അറിയാല. നിങ്ങൾക്ക് എവാലുവേഷന് ചെറിയൊരു പ്രശ്നം വന്ന് സാറന്മാർ അതോടെ വെട്ടി ദൂരെ എറിഞ്ഞളായി. സാറന്മാർ സ്വഭാവമാണ്. ആരും ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഇരിക്കത്തില്ല. നോക്കുക, ഈ ഇലക്ട്രോൺ സർക്കുലർ ഓർബിറ്റിലാണ്. അതുകൊണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം mv സ്ക്വയർ ബൈ r. ഇത് വേണമെങ്കിൽ എനിക്ക് താഴെ ആക്കാം. എഴുതാൻ ഇത്തിരി സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇത്തിരി സമയം കൂടുതൽ വേണം എനിക്കൊന്ന്. ഇന്നുകൊണ്ട് തീർക്കുകയും വേണത്. നല്ല നീളമാണ്, 3-4 പേജ് ഉണ്ട്, അത് തീരും. mv സ്ക്വയർ ബൈ r ഈക്വൽസ് 1/4πε0 1/4πε0 ഇൻറ്റു Z EE ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇതിൽ R കട്ട് ചെയ്ത് പോകും.
അതിൽ നിന്ന് ഈ 6 കൂടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മോളിൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഞാൻ 6 അങ്ങ് മോളിൽ കൊണ്ടുപോയേ എം വി സ്ക്വയർ ആർ ഈസ് ഈക്വൽ ടു പിന്നെ അവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാൻ അവയെല്ലാം കയറി വരുമല്ലേ, അതാണ് ഒരു പ്രശ്നം. ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ബൈ എപ്സിലോൺ 0. ബാക്കിയില്ല, 6 ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ അതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാനും പറ്റും. ഇക്വേഷൻ നമ്പർ 1 കൂടെ പറയാം. അക്കൗണ്ട് ഇല്ലെങ്കിൽ കൺസിഡർ an atom which consists of a nucleus of charge Z around which an electron of mass m and charge E is revolving in a circular orbit of radius r with a velocity v as in figure. Since the electron is in circular motion, it has to provide necessary centripetal force. ഇവിടെ ഫോഴ്സ് ആര് പ്രൊവൈഡ് ചെയ്യും? ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. സോ എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽസ് കെ ഇൻറ്റു ക്യൂ 1 Q2 ബൈ ആർ സ്ക്വയർ. സോ എം വി ആർ കട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇക്വേഷൻ നമ്പർ 1 കഴിഞ്ഞു. ബട്ട് ബൈ ബോർ പോസ്റ്റുലേറ്റ് പറയുന്നത് എന്തുവാ? ആംഗുലർ മൊമെന്റം ഈക്വൽസ് NH by 2 pi. NH divided by 2 pi. ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലർ മൊമെന്റം പറയുമ്പോഴേക്ക് എം വി ആർ ആണ് ആംഗുലർ മൊമെന്റം. ഈസ് ഈക്വൽ ടു NH divided by 2 pi. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. കുറെ പേര് കണ്ട മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് 2-3 ബോർഡ് നിറച്ച് വരുമോ? നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ രണ്ടും ബേസിക് ഇക്വേഷൻ ആണ്. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് രണ്ടും അടിസ്ഥാന ഇക്വേഷൻസ് ആണ്. ഒന്നാമത്തെ പാർട്ട് ടു ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി പി, അത് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ പാർട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ചായയും കൂടെ കുടിച്ചോട്ടെ. എൻ്റെ കൈ തീരെ വയ്യ. ഞാൻ കുറച്ചു നേരം കാർ ഓടിച്ചു, അതാണ് ഒരു ചെറിയ ഇഷ്യൂ വന്നത്. വണ്ടിയൊക്കെ ഓടിയിട്ട് 20 ദിവസമായി. ഫോർ വെലോസിറ്റി വി അത് കാണാനായിട്ട് ഡിവൈഡിങ് ഇക്വേഷൻ 1/2. ഞാൻ 1/2 എന്ന് കൊടുത്താൽ മതി. 1/2 gives നോക്കി എം വി സ്ക്വയർ ബൈ ആർ ബൈ എം വി ആർ. അപ്പൊ വി ആവും. ഈസ് ഈക്വൽ ടു ഇവനടുത്ത് ഇവിടെ ഇടണം. അത്രയായിട്ട് എടുക്കാനും പറ്റൂല കേട്ടോ. അത് എടുക്കുമ്പോൾ ഈ എല്ലാം കൂടി കയറി വരുള്ളൂ. ഇത്രയും ആദ്യം എടുക്കാം. ഡിവൈഡഡ് ബൈ NH by 2 pi. ഇത് ഒരു ടേമാണ് തന്നെ അങ്ങ് ഇരുന്നോട്ടെ. ഇതിനെ നമ്മൾ മാറ്റുന്നില്ല. ബ്രാക്കറ്റിനകത്ത് NH by 2 pi. അതിനൊരു ടേം അടം കിട്ടും. ഞാൻ ഇതിൽ കുറെ ടേമുകൾ ക്യാൻസൽ ആവും. എം ക്യാൻസൽ ആവും, എം ക്യാൻസൽ ആവും, ആറ് ക്യാൻസൽ ആവും, ആറ് ക്യാൻസൽ ആവും, വി ക്യാൻസൽ ആവും, സ്ക്വയർ ക്യാൻസൽ ആവും. പിന്നെ ബാക്കി വരുന്നത് ഈസ് ഈക്വൽ ടു വി. അടുത്ത സ്റ്റെപ്പായിട്ട് therefore v is equal to ഇതിനെ വീണ്ടും ഞാൻ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നു. ഇത്രയും മാത്രം എടുത്ത് ഇവിടെ ഇടുന്നു. ഇതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ,
വേണ്ട, നീ ഇവിടെ വാ, നീ ഇവിടെ വാ കിളി, നീ ഇപ്പം ഇങ്ങോട്ട് നീങ്ങ കിളി. ഓ മൊത്തം കൊണ്ടാണ് നീങ്ങുന്നില്ല കിളി. ഓക്കെ, ഈ ഇക്വേഷന്റെ മുകളിലും താഴെയും ഇൻറ്റു സി ഡിവൈഡഡ് ബൈ സി. ഇൻറ്റു സി ബൈ സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് കൊണ്ടും ഗുണിക്കുകയും ചെയ്തു, ഞാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇത്ര ബുദ്ധിമുട്ടിന്. ഇൻറ്റു സി ഡിവൈഡഡ് ബൈ സി എല്ലാം കൂടി ചേർത്തൊന്ന് വരച്ചു. എഴുതാൻ ചെറിയ പ്രയാസമുണ്ട് കേട്ടോ എനിക്ക്, കാരണം കമ്പ്യൂട്ടറിൽ അതുപോലെ എഴുതി വരുമ്പോഴത്തേക്ക് ജനറൽ ഫോർമാറ്റ് എഴുതുമ്പോൾ ചെറിയ പ്രശ്നം വരും അതിനകത്ത്. ഇനി ഈ സിയും ഈ എന്നും കൂടെ ആദ്യം എടുത്തു, ഈ സിയും ഈ എന്നും കൂടെ ആദ്യം എടുത്തു. അപ്പൊ അടുത്ത സ്റ്റെപ്പോട്ട് എഴുതുന്നത് therefore v is equal to c by n ഒന്നിച്ചെടുത്തു ഇൻറ്റു ബാക്കിയെല്ലാം കൂടെ ഒന്നിച്ചാക്കി, എല്ലാം കൂടെ ഒന്നിച്ചാക്കി. അത് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഒന്നിച്ചെടുത്തിട്ട് ഈ സി അങ്ങ് നമ്മൾ എടുത്തു. അപ്പൊ ഇതിന് വേണ്ട, അതവിടെ എടുത്തു. സി ഡിവൈഡഡ് ബൈ ഈ എന്നിനെ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് പകരം ഈ സി എടുത്ത് അവിടെ ഇട്ടു. ഇതങ്ങ് പോയി, എൻ ഇവിടെ കൊണ്ടുപോകും. ഞാൻ വേറൊന്നും ചെയ്തില്ല. ഈ സി ബൈ എൻ ആദ്യം എഴുതി, എന്നിട്ട് ബാക്കി എല്ലാ ടൈം കൂടെ ഒന്നിച്ച് എഴുതി. അപ്പോൾ 1/4πε0 ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ CH by 2π. ഇവിടെ പറയും ഫോർ ഹൈഡ്രജൻ ആറ്റം ഇസഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഞാൻ സ്പേസ് ഇട്ട് ഇവിടെ സ്പേസിങ് എടുത്ത് ഞാൻ എനിക്ക് തിരിച്ച് കിട്ടും. എനിക്ക് കണ്ട ഇസഡ് ഈക്വൽസ് 1. അപ്പൊ എനിക്ക് ബാക്കി ഇക്വേഷൻ എങ്ങനെ എഴുതാം? therefore v is equal to ഈ ഇസഡ് ഈസ് ഈക്വൽ 1 ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കി കിട്ടുന്ന ടൈമെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് എഴുതി എടുത്തിട്ട് ഒരിക്കൽ കൂടെ പറയും. അപ്പൊ എല്ലാം ക്ലിയർ ആവും, എല്ലാം പെർഫെക്റ്റ് ആവും. ഇസഡ് ഈസ് ഈക്വൽ ടു 1 ആകുമ്പോഴത്തേക്ക് ഈ ഇസഡ് പോയി, ഇതിന് വേണ്ട. പകരം ഞാൻ ഇവനെ അങ്ങ് കൊണ്ടുവരും, ഇവിടെ ഒരു ലൈൻ ഇടും. ഇതിൽ സി ബൈ എൻ എന്ന് പറഞ്ഞൊരു സി ബൈ എൻ മാത്രമാക്കി കഴിഞ്ഞാൽ ബാക്കി കാണുന്ന ടേം എല്ലാം കോൺസ്റ്റന്റ് ആണ്. 1 ഒരു നമ്പർ ആണ്, ഇലക്ട്രോണിക് ചാർജ് ഒരു കോൺസ്റ്റന്റ് ആണ്, 4πε0 ഒരു കോൺസ്റ്റന്റ് ആണ്, സി ഒരു കോൺസ്റ്റന്റ് ആണ്, എച്ച് ഒരു കോൺസ്റ്റന്റ് ആണ്, 2π ഈസ് എ കോൺസ്റ്റന്റ്. ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു സി ബൈ എൻ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ എൻ. ഇതിനെ സി ബൈ എൻ ഇൻറ്റു ആൽഫ. ഇതിനെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഇതിനെ അങ്ങ് ബ്രാക്കറ്റിനകത്തിടാം. സി ബൈ എൻ ഇൻറ്റു ആൽഫ. ക്ലിയർ ആയല്ലോ? ഒരിക്കലും പറയാം, നല്ല ക്ലിയർ ആവും. വെയർ ആൽഫ ഈസ് എ കോൺസ്റ്റന്റ് called fine structure constant. Its value is 1/137 for hydrogen. ഭയങ്കര പ്രധാനമാണ് ഈ വാല്യൂ ഫോർ ഹൈഡ്രജൻ ആറ്റം. ഓ വേണ്ട, ഹൈഡ്രജൻ ആറ്റം ഇത് ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റം അതും കൂടെ ചേർത്ത് പറയുമ്പോഴത്തേക്ക് therefore v is equal to ബ്രേക്കറ്റിനകത്ത് സി ബൈ എൻ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 137 for first orbit n equals 1. Therefore v is equal to other step by last step by v is equal to c divided by 137.
That is the velocity of electron in the first orbit of hydrogen is 1/137 times the speed of light. ഇത് ഈ തരത്തിലല്ലാതെ ഈ വാല്യൂ കണ്ടുപിടിക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. ഇതൊക്കെ ബോർ തിയറിയുടെ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ ഇത്രയും ഒരിക്കൽ കൂടെ ഓടിച്ച് പറയുമ്പോൾ നല്ല ക്ലിയർ ആവും. Centripetal force mv square by r is equal to 1/4 pi epsilon 0 into q1 q2 by r square equals z into e divided by r square is equal to mv square by r is equal to ഇവിടെ r കട്ട് ചെയ്ത് പോയി, ഈ r അങ്ങ് മോളിൽ കയറി. therefore mv square r ഈക്വൽസ് ബാക്കി അവിടെ എഴുതി ഇക്വേഷൻ നമ്പർ 1. ബോർ പോസ്റ്റുലേറ്റിൽ നമ്മൾ ഇന്നലെ പഠിപ്പിച്ച സാധനം ആംഗുലർ മൊമെന്റം ഈസ് nh/2π, ആംഗുലർ മൊമെന്റം ഈസ് mvr ഈക്വൽസ് nh/2π. ഈ രണ്ട് ബേസിക് ഇക്വേഷൻ വെച്ചുകൊണ്ട് ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് to find an expression for എന്താണ് the velocity കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഇക്വേഷനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/2 gives കട്ട് ചെയ്യുമ്പോഴത്തേക്ക് v മാത്രം ബാക്കിയാവും. ഡിവൈഡ് ചെയ്യുമ്പോൾ 1/4 pi epsilon 0 z d square divided by nh/2π ആ ഒരു ടേം ആയിട്ട് തന്നെ എഴുതുക. therefore v ഈക്വൽസ് അവിടെ എഴുതി ഇൻറ്റു c ബൈ സി, മുകളിലും താഴെയും c കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് c ബൈ n ആദ്യം എടുത്തു. c ബൈ n എടുത്തിട്ട് ബാക്കിയുള്ള ടൈം കൂടെ ഒന്നിച്ച് എഴുതി. ഹൈഡ്രജൻ ആറ്റം z ഈക്വൽസ് 1, അപ്പോൾ അത് കൊടുക്കുമ്പോൾ v ഈക്വൽ c ബൈ n ഒരു ടൈം എന്ന് കിട്ടും. ഇതിൽ 1 ഒരു കോൺസ്റ്റന്റ് ആണ്, ഈ ഒരു കോൺസ്റ്റന്റ് ആണ്, 4 pi epsilon 0 ഒരു കോൺസ്റ്റന്റ് ആണ്, c is a constant, ഇതെല്ലാം കോൺസ്റ്റന്റുകളാണ്. അതുകൊണ്ട് അതിന് ചേർന്ന് വേറൊരു കോൺസ്റ്റന്റ് പേര് പറഞ്ഞു ആൽഫ. വേർ ആൽഫ ഇസ് എ കോൺസ്റ്റന്റ് കാൾഡ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ ചോദിക്കുക എൻട്രൻസ് പരീക്ഷയ്ക്ക് ഭയങ്കര പ്രധാനമാണ്. ഈ സ്ഥാനം ചോദിക്കും 1/4 pi epsilon 0 e square by ch/2π എന്താണെന്ന് ചോദിക്കും. ആൽഫ എന്ന് വേണം കൊടുക്കാനായിട്ട്. ഫസ്റ്റ് ഓർബിറ്റ് ഹൈഡ്രജൻ ആയതുകൊണ്ട് n is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് therefore v equals c by 137 എന്ന് കിട്ടും. Thus the velocity of electron in the first orbit of hydrogen is 1/137 times the speed of light എന്ന് എഴുതി വെക്കണം. ഈ ഇക്വേഷനെ സൈഡിൽ മാർക്ക് ചെയ്യണം. v equals c by n into alpha എന്നുള്ള ആ ഇക്വേഷൻ ഭയങ്കര പ്രധാനമാണ്. ഇതൊക്കെയാണ് എൻട്രൻസ് പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ അതിനകത്തുനിന്ന് വരും. എൻട്രൻസ് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ചാപ്റ്ററിൽ ഒന്നാണ് ബോർ ആറ്റം മോഡൽ. ഒരുപാട് ക്വസ്റ്റ്യൻ ഉള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. റേഡിയസ് ആർ. റേഡിയസ് കാണാനായിട്ട് നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ നമ്പർ 2 mvr ഈക്വൽസ് nh/2π. ഇനി ഒന്നുമില്ല, എളുപ്പമായി. വി ഹാവ് ദി ഇക്വേഷൻ, അല്ലെങ്കിൽ ബൈ ഇക്വേഷൻ 2 നമുക്ക് വേറെ കളറിൽ എഴുതാം. കളർ ഇഷ്ടമാതിരി കിടക്കയില്ലേ കളർ. ബൈ എക്സ്പ്രഷൻ 2 നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ എന്താ? mvr is equal to nh divided by 2π. ഇതിനകത്ത് what is r? therefore r is equal to nh/2π. അത് അതേപോലെ ഇടുക. nh/2π ഒരു ടേം ആണ്, അതിന് കഴിവതും മുറിക്കാതിരിക്കുക. nh/2π ഡിവൈഡഡ് ബൈ mv അങ്ങനെ കൊടുത്താൽ മതി. mv ഇങ്ങനെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഈ ഓർഡറിൽ എഴുതി പഠിക്കണേ. അല്ലെങ്കിൽ വരുന്ന പ്രശ്നം ഈ nh/2π നമ്മളിട്ട് വെട്ടാൻ തുടങ്ങും. അത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അരിമ്പാവും. അതൊരിക്കലും വെട്ടി പഠിക്കരുത്. nh/2π ഒരു ക്വാണ്ടം കണ്ടീഷനാണ്, അതിനെ സാധാരണ തൊടാറില്ല ആരും. വിക്ക് പകരം നമ്മൾ ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി എന്ന് പറയുന്നത് c ബൈ ആൽഫ. നമ്മളിവിടെ എഴുതിയായിരുന്നല്ലോ v ഈസ് ഈക്വൽ ടു c ബൈ ആൽഫ. അതെങ്ങനെ ഈ വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയടേ. നോക്കട്ടെ. ഇങ്ങനെ ബൈ ഇവിടെ ഒരു സ്പേസ് ഇപ്പൊ ശരിയായി. ഓക്കെ. ഇവിടെ എനിക്ക് കളർ മാറിയപ്പോഴത്തേക്ക് ഇത് അതാണ് പ്രശ്നം. ഇപ്പൊ ശരിയായി. നമ്മള് വി എന്നുള്ളതിന് പകരം c ബൈ n into ആൽഫ അതടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഇവിടെയും പോയാ ഇല്ല, അതല്ല പ്രശ്നം. ഈസ് ഈക്വൽ ടു mv ഈസ് ഈക്വൽ ടു nh/2π അങ്ങനെ തന്നെ ഇടുക. വിക്ക് പകരം c ബൈ n into ആൽഫ അതവിടെ ഇട്ടാൽ മതി.
ഇതിനടുത്ത് അപ്പുറത്തിട്ടു ഡിവൈഡഡ് ബൈ എം ഇൻറ്റു വിക്ക് പകരം സി ആൽഫ ബൈ എൻ, സി ആൽഫ ഡിവൈഡഡ് ബൈ എൻ. ഇത് പറയുമ്പം ഈ എന്നും ഈ എന്നും കൂടെ മോളിൽ കയറി പോകും, ഈ എന്നും കൂടെ മോളിൽ കയറി പോകും. ഈ എന്നും കൂടെ മോളിൽ കയറുമ്പോഴത്തേക്ക് എൻ സ്ക്വയർ ആവും, എൻ സ്ക്വയർ ആവും, സി ആൽഫ ബൈ എൻ, എൻ സ്ക്വയർ. അങ്ങനെയാണ് നിങ്ങൾ ആ ഫോമിലായിരിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവസാനം കൊടുത്തിരിക്കുന്ന ആർ ഈസ് ഈക്വൾ ടു എൻ സ്ക്വയർ ബൈ എം, അത് തന്നെയാണ് ഫോർമാറ്റ്. ഈസ് ഈക്വൾ ടു എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം, പിന്നെ എഴുതാം ഇൻറ്റു സി എച്ച് എൻ എച്ച് ബൈ ആൽഫയ്ക്കകത്ത് ആ എന്നെ നമ്മളിങ്ങനെ പുറത്തെടുത്തു, ഇൻറ്റു എച്ച് ബൈ 2π, സോറി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഡിവൈഡഡ് ബൈ എം, ഡിവൈഡഡ് ബൈ, എളുപ്പമാണ് എഴുതി പഠിക്കാൻ, ഡിവൈഡഡ് ബൈ എം ഇൻറ്റു എന്നങ്ങൾ സി ആൽഫ ഡിവൈഡഡ് ബൈ സി ആൽഫ. ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ, സി ആൽഫ. ഇവിടെ പറയാം, 1, 2, 3 പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞുതരാം. ഇതിനകത്ത് നമുക്ക് എല്ലാ വാല്യൂ അറിയാം, എൻ എച്ച് അറിയാം, 2π അറിയാം, എം അറിയാം, സി അറിയാം, ആൽഫ അറിയാം, എൻ അറിയാം. ഹൈഡ്രജൻ ആറ്റം ആകുമ്പോഴത്തേക്ക് എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഇതെല്ലാം കോൺസ്റ്റന്റ്, എച്ച് ഒരു കോൺസ്റ്റന്റ് ആണ്, 2π ഒരു കോൺസ്റ്റന്റ് ആണ്, ആ എം ഒരു കോൺസ്റ്റന്റ് ആണ്, സി ഒരു കോൺസ്റ്റന്റ് ആണ്, ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ സേ ആർ ഈസ് ഈക്വൽ ടു ആർ പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ എൻട്രൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ടേമുകളെല്ലാം നമുക്ക് വേണ്ടി വരുന്ന ടേമുകളാണ്. ആർ പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ. പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ, വെരി ഇമ്പോർട്ടൻറ്റ്. സൈഡിൽ മാർക്ക് ചെയ്തേ, ബുക്കിനകത്ത് സൈഡിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചേ, കണ്ട ഏറ്റവും ലാസ്റ്റ് സെന്റൻസ്. ഇനി ഇവിടെ വാല്യൂ, ഇതിന്റെ വാല്യൂ എല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.529 ആങ്സ്ട്രം എന്ന് കിട്ടും. ഇവിടെ വന്നില്ലേ? ചുമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. 0179 തെറ്റി, 0176 0.5. ഇതും ചോദിക്കും, ഈ ന്യൂമറിക്കും വളരെ പ്രധാനമാണ്. 0.529 ആങ്സ്ട്രം. ഈ വാല്യൂ അത് അവസാന സെന്റൻസ് ആയിട്ട് പറയണം. thus the radius of first orbit of hydrogen is 0.529 angstrom. Is called Bohr radius. ഇവിടെ Bohr radius and താഴെ എഴുതിക്കണം. R equals 0.529 ആങ്സ്ട്രോം എന്ന് എഴുതിക്കണം. അവസാനം എഴുതിക്കൊള്ളുക. ഈ സെന്റൻസ് എഴുതിയാലും മതി. thus ആ സെന്റൻസ് എഴുതിക്കൊണ്ടാൽ മതി. thus ഇതുപോലെ എഴുതിയെടുക്കുക. the radius of first orbit of hydrogen is 0.529 ആങ്സ്ട്രോം. it is called Bohr radius. ഈ Bohr radius എന്താണ് ചോദിക്കും? Bohr radius is the radius of first orbit of hydrogen. ഈ സെന്റൻസ് ഇതുപോലെ എഴുതിയെടുക്കുക. അതിനാണ് അല്പം സ്ഥലം ഇട്ടേക്കുന്നത്. ഏറ്റവും താഴെ എഴുതിയെടുക്കുക. ഇപ്പൊ നോക്കുക, ഒരിക്കലും പറയാം. റേഡിയസ് കാണാൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ എം വി ആർ ഈക്വൽസ് എൻ എച്ച് ബൈ 2π. ആർ എന്ന് പറയുമ്പോഴത്തേക്ക് എം വി താഴെ കൊണ്ടുവന്നു, വിക്ക് പകരം സി ആൽഫ ബൈ എൻ എടുത്തു. ഈ എന്നും ഈ എന്നും കൂടെ മോളിൽ കയറുമ്പോൾ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എമ്മിൻ്റെ ബാക്കിയെല്ലാം കൂടെ ഒന്നിച്ച് എഴുതി. ഈ ടേം എല്ലാം കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 0.529 ആങ്സ്ട്രോം കിട്ടും. ഇൻ ജനറൽ പറയുമ്പോഴത്തേക്ക് ആർ പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ. ഈ 0.529 ആണെന്ന് പറഞ്ഞത് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആണ്. അതിനെയാണ് Bohr റേഡിയസ് എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് സെന്റൻസ് എഴുതിയെടുക്കുക. ക്ലിയർ ആയല്ലോ? ശരി. ഇനി ഫ്രം ഇക്വേഷൻ 1 ഇനി അടുത്ത വീണ്ടും പോവുകയാണ്. ആറ് ഡെറിവേഷൻ ഉണ്ട്. ഇതിനകത്ത് 2 എണ്ണമായി. ഇനി 4 എണ്ണം കൂടെ ഇപ്പം തീരും.
എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ബൈ ഇക്വേഷൻ 1 ഇക്വേഷൻ എന്താ പറയുന്നത്? mv²/r. നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ അതിനെ നേരെ കോപ്പി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതാ ഈ എഴുതിയ ഇക്വേഷൻ mv²/r ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് mv² ഈക്വൽസ് ഇതിനെ താഴെ കൊണ്ടുവന്നാൽ മതി. mv² ഈക്വൽസ് 1/4π ഇതിനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ബാക്കി കട്ട് ചെയ്ത് കളയാം. mv²/r ഈക്വൽസ് ഇതിനെ എടുത്ത് കളയാം. mv1/4πε0 /r. ഒരു ആറാണ് അവിടെ കണ്ടത്. അത് ആറും കട്ട് ചെയ്ത് പോയല്ലോ. ഇപ്പൊ mv² ഈക്വൽസ് 1/4πε0. ഈ ഒന്നൊന്നും വേണ്ട. ഇതിൽ നിന്ന് എന്താണ് mv²? ഇത് ബൈ ഇക്വേഷൻ നമ്പർ 1 ഇതവിടെ പറയുക. ഇതിൽ നിന്ന് വാട്ട് ഈസ് mv²? സോ വാട്ട് ഈസ് mv²? mv² എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻ്റെ കൂടെ 6 കൂടെ ഇങ്ങ് താഴെ കൊണ്ടുവരും. ഇവനിങ് എടുത്തേ ഞാനിങ്ങ് എടുക്കുക, എടുത്തിട്ട് ഇവിടെ ഇടുക, 6 കൂടെ കൊടുത്തു. ഓക്കെ, അപ്പൊ mv² എന്ന് കിട്ടി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv². കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mv²/2 അല്ലെങ്കിൽ ഹാഫ് mv². ഹാഫ് mv². അപ്പൊ ഇതിനകത്തൊരു ഹാഫ് കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് ഹാഫ് ഇൻറ്റു mv² പകരം ഞാൻ ഇവനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേണ്ട, ഇവിടെ ഇങ്ങനെയൊക്കെ എടുക്കാൻ എനിക്ക്. ഓക്കെ. ഓക്കെ, വേറെ ഒന്നും നോക്കാനില്ല. നമ്മൾ ആദ്യം എഴുതി ഇക്വേഷൻ നമ്പർ 1 എടുത്തു. mv² ഈസ് ഈക്വൽ ടു ഇതെടുത്തു. ഇതിൽ 6 താഴെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് mv² കിട്ടി. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഹാഫ് mv² ആയതുകൊണ്ട് ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1/2 തന്നെ എഴുതാം. ഇതിനെ എടുത്ത് വേണമെങ്കിൽ 1/2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അവിടെ 1 ഇട്ടിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് /2 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, ക്ലിയറായി? ശരി. ഇക്വേഷൻ നമ്പർ 3. ശരി, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പഠിപ്പിച്ചതാ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഗിവൺ ബൈ k into q1 q2 divided by r. അറിയാലോ, k into q1 q2 by r. q1 q2 divided by r. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ നേരത്തെ പഠിപ്പിച്ചതാ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈസ് ഈക്വൽ 1/4πε0. അത് അവിടെ അവസാനം എഴുതാം. 1 അവസാനം എഴുതാം. /4πε0 ഇൻറ്റു q1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ അത്, q2 എന്ന് പറയുമ്പോഴത്തേക്ക് -e ഡിവൈഡഡ് ബൈ ഇവിടെ 1/4πε0 r വേണമെങ്കിൽ എടുത്ത് അവിടെ ഇടാം. എല്ലാം കൂടെ ചേർത്ത് പറയുമ്പോഴത്തേക്ക് അടുത്ത ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ മൈനസിന് ആദ്യം എടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു -1/4πε0 മൈനസ് ബാക്കിയെല്ലാം കൂടെ ഒന്നിച്ച് എഴുതി. ഇതിനെടുത്ത് അവിടെ ഒന്നിച്ചിടണേ. ഞാൻ കട്ട് ചെയ്ത് കളയടേ. ആ മൈനസ് അവിടെ എടുത്തു. ഈ മൈനസിന് വേണ്ട. ഇ ഇൻറ്റു ഇ എന്നുള്ളതിന് പകരം ഇ സ്ക്വയറായി. പിന്നെ അങ്ങ് വിളിച്ചാൽ വരും. എന്താ ഡിവൈഡഡ് ബൈ. ഓക്കെ,
ഇവിടെയും ഇ സ്ക്വയർ ബൈ ആർ. ഇവിടെ ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് ഇസഡ് ഈക്വൽസ് 1 മതി. അവിടെ പറയണം ഇസഡ് ഈക്വൽസ് 1 ഫോർ ഹൈഡ്രജൻ. രണ്ട് കാര്യങ്ങൾ കിട്ടി. ആദ്യത്തെ പോസ്റ്റുലേറ്റ് നിന്ന് എം വി സ്ക്വയർ ബൈ ആർ നിന്ന് നമ്മൾ എം വി സ്ക്വയർ എടുത്തു. അതിൽ നിന്ന് ഹാഫ് എം വി സ്ക്വയർ ആയപ്പോഴത്തേക്ക് കൈനറ്റിക് എനർജിയായി. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഗിവൺ ബൈ കെ ഇൻറ്റു Q1 Q2 ബൈ ആർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കെ ഇൻറ്റു 1/4π0 ഇൻറ്റു Q1 എന്ന് പറഞ്ഞ ന്യൂക്ലിയസ്, ഇ ഇൻറ്റു Q2 എന്ന് പറഞ്ഞത് മൈനസ് ചാർജ് ആണ്, മൈനസ് സി ഡിവൈഡഡ് ബൈ ആർ. സോ ദിസ് ഈസ് മൈനസ് ഇൻറ്റു 1/4π0 ഇ സ്ക്വയർ ബൈ ആർ ഈസ് ഇക്വേഷൻ നമ്പർ 4. ടോട്ടൽ എനർജി കാണാൻ രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ടോട്ടൽ എനർജി E is equal to kinetic energy plus potential energy. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എസ് എ കഴിഞ്ഞു. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്ന വാല്യൂസ്, അതിനകത്ത് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി നോക്കിയിരുന്നാൽ 1/4π0 ഇ സ്ക്വയർ ബൈ ആർ രണ്ടിന് കോമൺ ആണ്. കണ്ട 1/4π0 ഇ സ്ക്വയർ ബൈ ആർ രണ്ടിന് കോമൺ ആണ്. അതിനെ ആദ്യം എടുക്കാം. അല്ലാതെ എടുക്കാൻ വഴി നോക്കട്ടെ. 1/4π0 ഇ സ്ക്വയർ ബൈ ആർ ഐസൽ എടുത്ത് കളഞ്ഞാൽ മതിയല്ല, അതിനെ എടുക്കാം. ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് 1/4 ഇതിനെടുത്ത് കളഞ്ഞു. ഓക്കെ, അത്രയും കോമൺ എടുത്താൽ പിന്നെ വരുന്നത് ബ്രാക്കറ്റിനകത്ത് പിന്നെ വരുന്ന കൈനറ്റിക് എനർജി അതിനകത്തൊരു ഹാഫ് ഉണ്ട്. 1/2 മൈനസ് 1 1/2 മൈനസ് 1 ഈസ് മൈനസ് ഹാഫ്. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് സോ ദ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈനൽ ഇക്വേഷൻ ആയി. സോ ദിസ് ഈസ് മൈനസ് ഹാഫ് ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഒന്നെന്ന് തന്നെ എഴുതണം. 1/2 ഇൻറ്റു ബാക്കി വരുന്ന ഇക്വേഷൻ നമുക്ക് ഒന്നിച്ചെഴുതാം. 1/4π0. ബാക്കി ഇതിനെല്ലാം കൂടി ഞാൻ ഇവിടെ ഒന്നിച്ചെഴുതുകയാണ്. ഈ നേരത്തെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നിടത്ത് അവിടെ ഇട്ടു, എടുത്ത് കളഞ്ഞു. ഇവിടെ ഒരു 1/2 വരും. മൈനസ് 1/2 ഇൻറ്റു 1/4π0 ഇൻറ്റു ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. എഴുതുന്ന കാര്യമാണ് പിള്ളേരെ ഇതിനകത്ത് ഇത്ര പ്രയാസം. ഇങ്ങനെ എഴുതി പഠിപ്പിക്കാൻ ആരും മെനക്കെടാറില്ല. ഇതിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ എന്നറിയാം, ബോർഡിൽ എഴുതി തട്ടി വരണതാണ് എളുപ്പം. ഇതിനെ വേണമെങ്കിൽ എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് പുറത്ത് വരും. എല്ലാം പക്ക. 1/4 ഇവിടെ ഒരു 2 കൂടെ വരണം. 1/2 ഇൻറ്റു 4π0 ഇൻറ്റു ഇസഡ് ഡി സ്ക്വയർ ബൈ ആർ. ഒരു വരയിടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വര ഓടിച്ച് പറയട്ടെ. കൈനറ്റിക് എനർജി ഈസ് ഹാഫ് എം വി സ്ക്വയർ. എം വി സ്ക്വയറിന്റെ കൂടെ ഒരു ഹാഫ് ഇട്ട് കൊടുത്തു. പൊട്ടൻഷ്യൽ എനർജി കെ ഇൻറ്റു Q1 Q2 ബൈ ആർ. കെ ഇൻറ്റു 1/4π0. Q1 എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ചാർജ് ഇ ഇൻറ്റു മൈനസ് സി ബൈ ആർ. ഈ മൈനസ് ആദ്യം എടുത്തു. അപ്പോൾ മൈനസ് 1/4π0 ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എനർജി ആയി. ഇതിൽ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π0 ആർ കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ഹാഫ് മൈനസ് 1. ആ ഹാഫ് മൈനസ് 1 എന്ന് പറഞ്ഞത് മൈനസ് ഹാഫ്. അത് അവിടെ ആദ്യം ഇട്ടു, ബാക്കി അവിടെ എഴുതി. ഇനി ആറിന് പകരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, അവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ആർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എഴുതിയതാ. ആർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇതങ്ങ് നേരെ മോളിൽ കയറി പോകും. ഇതിന് ഇത്രയും മാത്രം ഞാൻ ഇങ്ങനെ എടുക്കും. NH/2π തന്നെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. MC alpha divided by n square. ഇതിനെ അത്രയും മാത്രം ഇവിടെ കിട്ടൂല അല്ലേ? ശരി, വേണ്ട. ഇതിനെ ഞാൻ എടുത്തു. ഇത് ഒരുപാട് ഫോർമാറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഫോർമാറ്റ് മാത്രം നമുക്ക് മതി. അപ്പൊ അവസാനത്തെ ഇക്വേഷൻ കാണാൻ ഈസ് ഈക്വൽ ടു -1/2 -1 ആ 2 അവസാനം ഇടാം ഇൻറ്റു 1/4π0 അവസാനം ഇടാം ഇൻറ്റു ഇ സ്ക്വയർ അവിടെ ഇട്ടു ഡിവൈഡഡ് ബൈ ഈ ഓരോ ഡേമാറ്റ് അവിടെ എഴുതുകയാണ്. 1/2 അവിടെ ഇട്ടു 4π0 4π
epsilon, sorry, 2 to 4. Okay, alpha ആറിന് പകരം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ആറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെ ഈ കളറിൽ വരുന്നത് ഡിവൈഡഡ് ബൈ ഈ ആറിന്റെ മുകളിലുള്ള ഭാഗം കിട്ടി. ഇനി താഴെയുള്ള ഭാഗം കൂടെ കിട്ടണം. ആറിന്റെ മുകളിലുള്ള ഭാഗം കിട്ടി, താഴെയുള്ള ഭാഗം ഇതാ നടക്കുന്നത്. ഇതിനെ എടുത്താൽ മതി. എം സി ആൽഫ അതെന്ത് പോകട്ടെ വരും ഡിവൈഡഡ് ബൈ എം സി ആൽഫ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ടേം അങ്ങ് മോളിൽ കയറി പോവും. ഇൻറ്റു എം സി ആൽഫ ഫൈനൽ ഇക്വേഷനായി. ഞാൻ ബുക്ക് നോക്കിയാൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹാഫ് ഇൻറ്റു 1/4 പൈ എപ്സിലോൺ 0 എപ്സിലോൺ എന്ന് പറഞ്ഞത് 230 അല്ലല്ല 228 അല്ലേ എപ്സിലോൺ 238 ആണ്. ഓക്കെ, നോക്കി ആ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവസാനം കണ്ട എനർജി ടോട്ടൽ നമ്മളേക്ക് -1/2 ഇൻറ്റു 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ഇ സ്ക്വയർ ബൈ എം സി ആൽഫ. ഇത് വേണമെങ്കിൽ എന്നടിക്കുള്ള സ്പേസ് വേണമെങ്കിൽ ഞാൻ എടുത്ത് കളയാം. എം ഇ ആൽഫ വേണമെങ്കിൽ ഒരു സ്പേസ് കൊടുക്കാം. എം സി ആൽഫ ഡിവൈഡഡ് ബൈ n സ്ക്വയർ h/2π. ഇനി ഇതിനകത്ത് കുറേ ടേമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് അവസാനത്തെ ഫോർമാറ്റ് കിട്ടും നമുക്ക് ഇതിനകത്ത്. ഇപ്പം ഞാൻ ആ ലാസ്റ്റ് ഫോർമാറ്റിൽ പോകുമ്പോൾ അതുകൂടെ പറഞ്ഞുതരാം. ഈസ് ഈക്വൽ ടു അവിടെ ആ -1/2 അങ്ങനെ തന്നെ കിടക്കുകയാണ്. -1/2 അവസാനം വരെ ഞാൻ മാറ്റുന്നില്ല. -1/2 അങ്ങനെ തന്നെ കിടന്നോട്ടെ. -1/2 അതവിടെ കിടന്നോട്ടെ. ഇൻറ്റു എം സി ഇൻറ്റു സി അവിടെ നേരത്തെ വീണ്ടും CH/2 നമ്മൾ 2π ആക്കാണ്. മുകളിലും താഴെ ഒരു സി കൊണ്ട് ഗുണിക്കുന്ന ഒരു വേഡ് ചെയ്യുന്നു. ഇൻറ്റു സി താഴെയും ഇൻറ്റു സി, എന്നിട്ട് ഈ സിയും കൂടി ചേർത്തിട്ട് സി സ്ക്വയർ ആയി. അപ്പോ അവിടെ വരുമ്പോഴത്തേക്ക് എം സി സ്ക്വയർ ആൽഫ എന്ന് എഴുതി. എം സി സ്ക്വയർ ആൽഫ എന്ന് പറയുമ്പോൾ 224 എം സി സ്ക്വയർ ആൽഫ എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ n സ്ക്വയറിന് ഞാൻ അവിടെ ഇട്ടു. 1/2 ആദ്യം അവിടെ ഇട്ടു. 1/2 അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഡിവൈഡഡ് ബൈ n സ്ക്വയറിന് ഞാൻ അവിടെ ഇട്ടു. ബുക്കിൽ കാണുന്ന അതേ ഫോർമാറ്റ് പറയാണ് ഞാൻ. പിന്നെ വരുന്നത് ഇൻറ്റു 1/4 പൈ എപ്സിലോൺ 0 അവിടെ തന്നെ അങ്ങനെ തന്നെ ഇട്ടു. 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 4 പൈ 227 എപ്സിലോൺ 0 238. അപ്പൊ അത് അത്ര ഇട്ടു. പിന്നെ ബാക്കി വരുന്ന ഒരു ഇ സ്ക്വയർ ബാക്കിയുണ്ട്. അത് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇൻറ്റു പിന്നെ ഉള്ളത് ഒരു ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ പിന്നെ ബാക്കി വരുന്നത് CH/2π ഡിവൈഡഡ് ബൈ 2π. അതത്രയും ഒരു കോമൺ ആയിട്ട് ഒരു ടേമായിട്ട് ഞങ്ങൾ ഇരുന്നോട്ട്. ഞാൻ വേറൊന്നും ചെയ്തില്ല, ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയതേ ഉള്ളൂ. ആ ടേം ഒരിക്കലും കൂടെ നോക്കി. ഞാൻ ചെയ്തേക്കുന്നത് വേറൊന്നുമല്ല, ഇതിനകത്ത് 6ന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ആ ഇക്വേഷൻ്റെ മുകളിൽ താഴെ ഒരു സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സി കൊണ്ട് മൾട്ടിപ്ലൈ സിയും കൂടി ചേർത്ത് സി സ്ക്വയർ ആയി. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഹാഫ് അതുപോലെ ഇട്ടു. 1നെ അങ്ങ് വിട്ടു. ഈ എം സി സ്ക്വയർ ആൽഫ ആദ്യം എഴുതി. ആ ഇൻറ്റു 1 ഇത് അവിടെ കിടപ്പുണ്ട്. ഇൻറ്റു ഇ സ്ക്വയർ അപ്പം മുകളിലുള്ള ടേമെല്ലാം താഴെ വരുന്നതിനകത്ത് n സ്ക്വയറിന് ഞാൻ ആദ്യം എഴുതി. 4 പൈ എപ്സിലോൺ 0 ഇപ്പുറത്തിട്ടു. ഇൻറ്റു CH/2π. ഇതിൽ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു CH/2π ആണ് നമ്മൾ നേരത്തെ ആൽഫ എന്ന് പറഞ്ഞത്. അതും കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇക്വേഷൻ മാറി. അതും കൂടെ ഇടുമ്പോഴത്തേക്ക് ഇതൊരു മെനക്കേട് തന്നെ ഇത്. അതും കൂടെ ഇടുമ്പോഴത്തേക്ക് ഇക്വേഷൻ മാറണം നോക്കിക്കോണം. ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇത്രയും മെനക്കെട്ടിരുന്ന് എഴുതിയൊന്നുമില്ല. ഈസ് ഈക്വൽ ടു ഇതിൽ ഈ കാണുന്ന ടേം 1 ഇൻറ്റു ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ അത് പോയി. ഈ കാണുന്ന സാധനം അതിനെല്ലാം കൂടി ചേർത്ത് ഞാൻ ആൽഫ എന്നിടുമ്പോഴത്തേക്ക് ആൽഫ എന്നുള്ളതിന് പകരം അത് ആൽഫ സ്ക്വയർ ആയിട്ട് മാറും. അതാണ് അവസാന ഇക്വേഷൻ. ഇങ്ങനെ കണ്ട അവസാനം കിട്ടുന്നത് ഹാഫ് ഇൻറ്റു എം സി സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ n സ്ക്വയർ എന്നൊരു ഇക്വേഷൻ വന്നിരിക്കുന്നുണ്ട്. ഈസ് ദ എനർജി ഓഫ് nth ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ എനർജി En എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് റിപ്രസെന്റ് ബൈ En. ഈസ് ദ ജനറൽ എക്സ്പ്രഷൻ
for energy of nth orbit in the orbit of hydrogen. Hydrogen atom നമ്മളത്തേക്ക് for the first orbit. അതാണ് അടുത്ത സ്റ്റെപ്പ്. For first orbit n is equal to 1. വളരെ പ്രയാസം ഇത് പഠിപ്പിക്കുന്നത്. സാറിന് എടുക്കൂലായിരുന്നു. അത്രയും എടുക്കുമ്പോഴത്തേക്ക് പിന്നെ ബാക്കി കിട്ടുന്നത് എനർജി ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ് ഈസ് ഗിവൺ ബൈ ബാക്കി വാല്യൂ എല്ലാം നമുക്കറിയാം. ഇതിനകത്ത് ഇവിടെ ഇട്ടു. നേരത്തെ കളയടേ വേണ്ട, ഇതിനെടുത്ത് കളഞ്ഞ് n എന്ന് പറയുമ്പോൾ ഇതങ്ങ് പോയി. ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു -13.6 EV എന്ന് കിട്ടും. -13.6 EV എന്ന് കിട്ടും. -13.6 EV for first orbit. Or first orbit of hydrogen. ഇതാണ് നിങ്ങളുടെ പ്രൂഫ് ആണ് നിങ്ങൾക്ക് ഇരുന്നത്. ഇതിന് ജനറൽ എക്സ്പ്രഷൻ ആണ് ചോദിക്കുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ n സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഡിവൈഡഡ് ബൈ n സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. ഡിവൈഡഡ് ബൈ n സ്ക്വയർ. ജനറൽ റൂള് ഫസ്റ്റ് ഓർബിറ്റ് ആകുമ്പോൾ n equals 1, സെക്കൻഡ് ഓർബിറ്റ് ആകുമ്പോൾ n equals 2, തേർഡ് ഓർബിറ്റ് ആകുമ്പോൾ n equals 3 ആൻഡ് സോ ഓൺ. അപ്ലൈ ചെയ്തതിന്റെ ആൻസർ കിട്ടും. ഈ റിലേഷൻ വളരെ പ്രധാനമാണ്. ഇനി ജനറൽ എക്സ്പ്രഷനകത്ത് ഇങ്ങനെ ഒരു മൈനസ് സൈൻ ഇല്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു മൈനസ് സൈൻ ഇല്ലായിരുന്നെങ്കിൽ n equals 1 ആണ് മാക്സിമം, n equals 2 ആകുമ്പോൾ കുറയും, n equals 3 ആകുമ്പോഴത്തേക്ക് പിന്നെയും കുറയും. അപ്പോൾ ഒരു മൈനസ് സൈൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഫസ്റ്റ് ഓർബിറ്റിന് മാക്സിമം എനർജിയും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിന് മിനിമം എനർജിയും. പക്ഷേ എക്സ്പെരിമെന്റലി കണ്ടത് ഒരു ആറ്റം എടുത്താൽ ഫസ്റ്റ് ഓർബിറ്റിന് എനർജി കുറവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിന് എനർജി കൂടുതലും. അങ്ങനെ വരണമെങ്കിൽ ഒരു മൈനസ് സൈൻ വേണം. ഇഫ് ദർ ഈസ് നോ നെഗറ്റീവ് സൈൻ, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എനർജി ഈസ് മാക്സിമം ഫോർ n equals 1. അതായത് ഫസ്റ്റ് ഓർബിറ്റിന് എനർജി കൂടുതൽ, സെക്കൻഡ് ഓർബിറ്റിന് എനർജി കുറവ്, തേർഡ് ഓർബിറ്റിന് എനർജി പിന്നെയും കുറയും, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിന് ഒട്ടും എനർജി ഇല്ല. അപ്പോൾ ഈ മൈനസ് സൈൻ ഇല്ലെങ്കിൽ നേരെ തലകുത്തനെയാണ് കാണുന്നത്. ബട്ട് എക്സ്പെരിമെന്റലി ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് എനർജി ഈസ് മിനിമം ഫോർ ഫസ്റ്റ് ഓർബിറ്റ് ആൻഡ് മാക്സിമം ഫോർ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. അങ്ങനെ കിട്ടണമെങ്കിൽ ഈ മൈനസ് സൈൻ അവിടെ വേണം. അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് സൈൻ. അതുവരെ പറഞ്ഞു നിർത്തുക. അതുവരെയാണ് എസ്സേയുടെ ഒരു ഭാഗം. ആൻഡ് സോ ഓൺ എന്നുള്ളതിനോട് ഒരു വര വരച്ചിട്ട് എൻഡ് ഓഫ് ഫസ്റ്റ് പാർട്ട് എന്ന് എഴുതി നിർത്തുക. അവിടെ ഇത്ര ഞാൻ ഒരിക്കലും പറയട്ടെ. കൈനറ്റിക് എനർജി ഇക്വേഷൻ കിട്ടി ഹാഫ് എം ഇ സ്ക്വയർ, എം ഇ സ്ക്വയറിനോട് ഒരു ഹാഫ് ആഡ് ചെയ്തു. പൊട്ടൻഷ്യൽ എനർജി കെ ഇൻറ്റു Q1 Q2 ഒരു Q2 മൈനസ് ആയതുകൊണ്ട് ഒരു മൈനസ് സൈൻ വന്നു. അപ്പോൾ ടോട്ടൽ എനർജി കാണുന്നതിനായിട്ട് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിക്കകത്ത് 1/4 ഇ സ്ക്വയർ ബൈ ആർ കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഹാഫ് -1 ഈസ് -half അവിടെ എഴുതി കഴിഞ്ഞു. ആറിന് ഉപകാരം സബ്സ്റ്റിറ്റ്യൂട്ട് എം സി ആൽഫ ഡിവൈഡ് ബൈ n സ്ക്വയർ h ബൈ 2π. ഒരു സിയുടെ മുകളിൽ താഴെ ഗുണിച്ചു. സി ഇൻറ്റു സി എന്ന് പറഞ്ഞ് സി സ്ക്വയർ സോ -1/2 ഇൻറ്റു എം സി സ്ക്വയർ ആൽഫ ഡിവൈഡ് ബൈ n സ്ക്വയർ 1/4 ഇ സ്ക്വയർ ഡിവൈഡ് ബൈ CH ബൈ 2π. ഇത് നോട്ട്സ് ആണ്. ആൽഫ എന്ന് പറയുകയാണെങ്കിൽ ഈ ആൽഫയും ഈ ആൽഫയും ചേർന്ന് ആൽഫ സ്ക്വയർ എനർജീസ് ഹാഫ് ഇൻറ്റു എം സി സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ n സ്ക്വയർ ഫോർ ഫസ്റ്റ് ഓർബിറ്റ് ഹൈഡ്രജൻ n equals 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന്റെ വാല്യൂ ഇതെല്ലാം നമുക്ക് വാല്യൂ അറിയാൻ കൊടുക്കുമ്പോഴത്തേക്ക് -13.6 കിട്ടും. ഫസ്റ്റ് ഓർബിറ്റ് ഹൈഡ്രജൻ എനർജി -13.6 ആണ്. ഇൻ ജനറലി ഡിവൈഡഡ് ബൈ n സ്ക്വയർ എടുത്ത് ജനറൽ എക്സ്പ്രഷൻ ആയി. ക്ലിയർ ആയല്ലോ? അതിൽ നിന്ന് അതിന്റെ എക്സ്പ്ലനേഷനും ഇത്രയും ക്ലിയർ ആയി നോക്കിയ ബുക്കിലൊന്ന് നോക്കിയേ. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയുമാണ് അതിന്റെ എസ്സേയുടെ ഒരു ഭാഗം. ഇത്രയുമാണ് നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കുന്നത്. ഇത്രയും ഭാഗം 3 മാർക്കാണ്. അതായത് അതിനകത്ത് വരുന്ന വെലോസിറ്റി, റേഡിയസ്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് സൈൻ. അത്രയാകുമ്പോഴത്തേക്ക് എൻഡ് ഓഫ് ഫസ്റ്റ് പാർട്ടായി. എൻഡ് ഓഫ് ഫസ്റ്റ് പാർട്ട്. എസ് എ ചോദിച്ചാൽ ഒന്നുകിൽ ഇതുവരെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ അവിടെ കൊണ്ട് തീർന്നു. നിങ്ങൾ ഇത്രയും മെനക്കെട്ടിരുന്ന് എഴുതൂലെ? അത്ര എളുപ്പമല്ല. ഇങ്ങനെ എഴുതി പറ്റിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. കമ്പ്യൂട്ടറും അതിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഒരു നന്ദി എവിടെ എത്തും, ഇൻഡ്യൂട്ട് എവിടെ എത്തും, അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. നല്ല നല്ല ജോലിയാണ് ഇതിരുന്ന് എഴുതാൻ. ശരി, കൈ വയ്യ. ഇനി ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലനേഷൻ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം.
ഇതാണ് രണ്ടാമത്തെ പാർട്ട്. ഇത് പാർട്ട് നമ്പർ 2. ഇതും 3 മാർക്കാണ്. ഏതെങ്കിലും ഒരു പാർട്ടേ ചോദിക്കൂ. ഇത് 3 മാർക്ക്. എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം ബൈ ബോർ തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇക്വേഷനെ കയറി പിടിക്കും. ഈ ഇക്വേഷനിൽ തുടങ്ങും. ഈ ഇക്വേഷൻ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഈ ഇക്വേഷൻ ഇവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ പറയും വി ഹാവ് ദി ഇക്വേഷൻ അതൊക്കെ ക്ലിയർ ചെയ്ത് തരാം. അത് ക്ലിയർ ആയ കണ്ടോ? പിന്നെ അടുത്ത് കളയുക. Let's En1 and En2 be the energies of N1th and N2th orbit of hydrogen atom. So En1 എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ തന്നെ വീണ്ടും അവിടെ ഇടും. En1 എന്ന് പറയുമ്പോൾ ഇതിനെ മാത്രം നമ്മൾ അങ്ങ് എടുത്തു. ഇതിനെ എടുത്തു. En1 ഈസ് ഈക്വൽ ടു അവിടെ ഇട്ടു. എന്നിന് വരെ N1 ആൻഡ് En2 എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ ഇട്ടു. അതെങ്ങനെ അങ്ങ് പോയിരുന്നു? ഈസ് ഈക്വൽ ടു എവിടെ ഇട്ടു? പേടിക്കണ്ട, ഇതിപ്പോ അവിടെ വരും. ഇതാവുന്നു എന്നിന് പകരം N2. അപ്പം En1 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്നിന് പകരം N1, En2 എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ പോയി? N1 എന്നിട്ടു. En2 എന്ന് പറയുമ്പോഴത്തേക്ക് N2 എന്നിട്ടു. നടുക്കുള്ള വരയിട്ടില്ല, അതുകൊണ്ട് ഒരു ഭംഗി വരാം. ഇപ്പം വന്നു ഇക്വേഷൻ. If an electron jumps from N2th to N1th orbit by Bohr theory, the difference in energy is radiated out by Bohr's frequency condition. കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചാണ്. ബോർസ് ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂ ഈസ് ഈക്വൽ ടു ന്യൂ, ഞാൻ അവിടെ എഴുതിക്കൊള്ളാം. ന്യൂ ഈസ് ഈക്വൽ ടു En2 മൈനസ് En1, En2 മൈനസ് En1 ഡിവൈഡഡ് ബൈ H. ഓർമ്മയുണ്ടല്ലേ കഴിഞ്ഞ ക്ലാസ് എഴുതി നിർത്തിയത്? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈസ് ഈക്വൽ ടു En2 മൈനസ് En1 എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഹാഫ് ഇൻറ്റു mc² ആൽഫ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ, അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. മൈനസ് ഹാഫ് ഇൻറ്റു അതിനെങ്കിൽ പുറത്തെടുക്കാം. അവനെങ്കിൽ പുറത്തെടുത്തു. എന്നിട്ട് ഇതിനെ മാത്രം അങ്ങ് കൊണ്ടുപോകും. ഇത്രയും കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇൻറ്റു 1/n1 സ്ക്വയർ 1/n2 സ്ക്വയർ 1/n2 സ്ക്വയർ 1/n2 സ്ക്വയർ മൈനസ് 1/n1 സ്ക്വയർ. പറഞ്ഞു ഞാൻ ഒരിക്കലും പറയാം. ഇല്ല, മൈനസിനെ ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് ഈ മൈനസിനെ ഞാൻ അങ്ങ് അകത്തുകൊണ്ടുപോയി. പോകുമ്പോഴത്തേക്ക് therefore ഫ്രീക്വൻസി നമ്മൾ ഒന്നിച്ചിടാം. therefore ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു
ഇവിടുന്നാണ് തുടങ്ങിയിരിക്കുന്നത്. Therefore frequency is equal to ആ മൈനസിനെ അകത്തുകൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ സാധനം മൊത്തം ഞാനിങ്ങ് എടുത്തു, വീണ്ടും ഇവിടെ ഇട്ടു, ഒന്നും ചെയ്തില്ല. മൈനസിനകത്തുകൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇത് N1 ആവും, മറ്റേത് N2 ആവും. ഇത് N1 ആവും, ഇത് തിരിഞ്ഞു, ഇത് N2 ആയി. ഇനി ഇതിനെ ഞാൻ ചെറിയൊരു കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ബോർസ് ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ എച്ച് ഉണ്ട്, ബൈ എച്ച്. ഒരു വരയിടണം, വരയിട്ടു. ഇതാണ് ലെഫ്റ്റ് സൈഡിൽ ഫ്രീക്വൻസി നമുക്ക് എഴുതാനുള്ളതാണ്, അതുകൂടെ ഞാൻ എഴുതിത്തരാം. ന്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു. ഇനി ഇതിൽ നിന്ന് വേവ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂ ബാർ എന്ന് പറയുമ്പോഴത്തേക്ക് സി ബൈ ലാംഡ അല്ലെങ്കിൽ ന്യൂ ബൈ ലാംഡ, അങ്ങനെ നിങ്ങൾക്ക് രണ്ട് ഫോർമാറ്റ് ഉണ്ട്. അതിൽ ന്യൂ ബൈ ലാംഡ ആയിരിക്കും കൊടുത്തേക്കുന്നത്, സി ബൈ ലാംഡ. അത് തന്നെ ന്യൂ ബാർ എന്ന് പറയുമ്പോഴത്തേക്ക് സി ബൈ ലാംഡ. ഈ ലാംഡ ഈസ് ദ വേവ് ലെങ്ത് സി ബൈ ലാംഡ. അതിന് പകരം ന്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് 1/c ബൈ ലാംഡ. ന്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് സി ബൈ ലാംഡ. അതെ വേവ്. അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു, വേണമെങ്കിൽ ഒരു ഫോർമാറ്റോടെ ഇവിടെ കയറ്റാം. ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ ഈസ് ഈക്വൽ ടു, അങ്ങനെ ഇടാം, സി ബൈ ലാംഡ. ലാംഡ എഴുതാനേ പറ്റുള്ളൂ. വേവ് നമ്പർ പിന്നെ എഴുതാം. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബൈ ഡെഫിനിഷൻ സി ഈക്വൽസ് ന്യൂ ലാംഡ, സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ, രണ്ടും എഴുതാനേ പറ്റൂ. അല്ലെ നിങ്ങൾക്ക് പിന്നെ സംശയം വരും, അതൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ എങ്ങനെ എഴുതുന്നു, സി ഈസ് ഈക്വൽ ന്യൂ ലാംഡ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ന്യൂ? ന്യൂ ഈസ് ഈക്വൽ ടു, അങ്ങനെ കിട്ടുള്ളല്ലേ, ഇങ്ങനെ കിട്ടുള്ളൂ. ഓക്കെ, ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. ഓക്കെ, ഇത് എഴുതി എവിടെ ചെയ്തുകൊണ്ടാണ്. ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 1 ബൈ ലാംഡ? സോ 1 ബൈ ലാംഡ. വൺ ബൈ ലാംഡ എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡ എന്ന് പറയുമ്പോഴത്തേക്ക് 1 ബൈ ലാംഡ എന്ന് പറയുമ്പോഴത്തേക്ക് അതങ്ങനെ നിന്നോട്ട് ന്യൂ ബൈ സി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ന്യൂ നമുക്ക് ഇവിടെ കിട്ടി, ഇതാ കിടപ്പുണ്ട്. ഇതിൽ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ സി സ്ക്വയറിനകത്തുള്ള ഇതങ്ങ് കട്ട് ചെയ്ത് പോകും. അപ്പം ഞാൻ ഇവനെ എടുത്ത് അവിടെ ഇട്ടു. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഈസ് ഈക്വൽ ടു ബൈ സി. ഇതിൽ സി കട്ട് ചെയ്ത് പോയി. പിന്നെ ബാക്കി വരുന്ന ടൈം എന്ന് ഇവിടെ ഒരു വരയിട്ടില്ല. പിന്നെ ബാക്കി വരുന്ന ടൈം 1 ബൈ ലാംഡ ഈസ് കോൾഡ് 1 ബൈ ലാംഡ ഈസ് കോൾഡ് വേവ് നമ്പർ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സി ഞാൻ കട്ട് ചെയ്ത് പോയി, ഞാൻ വീണ്ടും ഇതിനെടുത്ത് അവിടെ ഇട്ടു. ഇതിനകത്തൊന്ന് സി മാറ്റി കളഞ്ഞു. ഇതിൽ 1/2 ബാക്കി എഴുതാമേ അവിടെ. വേവ് നമ്പർ represented by
New bar. New bar is equal to 1/2 into ബാക്കിയെല്ലാം കിട്ടി. അപ്പോൾ 1/2 ഒരു കോൺസ്റ്റന്റ് ആണ്, എം ഒരു കോൺസ്റ്റന്റ് ആണ്, സി ഒരു കോൺസ്റ്റന്റ് ആണ്, ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്, എച്ച് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെല്ലാം കൂടെ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു ആർ എച്ച് ഇൻറ്റു ആർ എച്ച്. സച്ച് എ കോൺസ്റ്റന്റ് ഈസ് കോൾഡ് റിബർ കോൺസ്റ്റന്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈസ് ഈക്വൽ ടു ആർ എച്ച് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1/n1² മൈനസ് 1/n2². 3 മാത്രം ഇട്ട് കൊടുത്താൽ മതി. Where RH is a constant called Rydberg constant, RYD, BRYD, BERG, RYD. Constant whose value is, value നിങ്ങൾക്ക് അറിയാം 1.09. അങ്ങനെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. വാല്യൂ കാണാൻ തോന്നുന്നു. 1.09 ആണോ? ആണ്. into 10⁷, 10⁷ per meter. ഈ ഇക്വേഷൻ ആണ് റിബർഗ് ഫോർമുല എന്ന് പറയുന്നത്. therefore 1/λ ന്യൂ ബാർ. എൻ്റെ താഴെ ദാറ്റ് ഈസ് ന്യൂ ബാർ. ന്യൂ ബാർ ഞാൻ എനിക്ക് വരയ്ക്കാനേ പറ്റൂ. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു ഇതിനടുത്ത് അവിടെ വരണം. is called Rydberg formula. എഴുതി പറ്റിയും വളരെ പ്രയാസമാണ്. പരീക്ഷയ്ക്ക് എവിടെയെങ്കിലും ഇവരടുത്ത് തെറ്റിയ അല്ലരെ ഗോവിന്ദ ആ പാട്ടങ്ങ് പാടിക്കൊണ്ടത് ആരെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ എന്ന് പറഞ്ഞ് തുടങ്ങിക്കൊണ്ടത് കേട്ടോ. അപ്പോൾ നോക്കുക, എക്സ്പ്ലനേഷൻ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. നമ്മൾ ഈ ഇക്വേഷൻ നേരത്തെ പറഞ്ഞു. En1 and En2 be the energies of the N1 and N2th orbit എന്ന് എടുത്തു. അപ്പോൾ N-ന് പകരം N1 കൊടുത്തു, N-ന് പകരം N2 എന്ന് കൊടുത്തു. ബൈ ബോർ തിയറി ഒരു ഇലക്ട്രോൺ N2th ഓർബിറ്റിൽ നിന്ന് N1th ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് ഇൻ എനർജി അത് പുറത്തേക്ക് കളയണം. ആസ് എ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ഗിവൺ ബൈ En2 മൈനസ് En1/h. കുറയ്ക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആദ്യം കാണുന്ന ടേമുകളെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു. പിന്നെ 1/n2² മൈനസ് 1/n1². ഈ മൈനസിനെ അങ്ങ് അകത്തുകൊണ്ടുപോയി ഇവൻ തിരിഞ്ഞു വന്നു. ബൈ ഡെഫിനിഷൻ V equals n lambda, C equals nu lambda, nu equals C/λ. therefore 1/λ is equal to nu by C. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സി കട്ട് ചെയ്ത് പോയി. 1/λ പറഞ്ഞ പേരാണ് വേവ് നമ്പർ അവിടെ എഴുതി. ഇതിനകത്ത് ഹാഫ് എച്ച് എം സി ആൽഫ എല്ലാം കൂടെ കോൺസ്റ്റന്റ് ചേർത്ത് വേറൊരു കോൺസ്റ്റന്റ് എന്നിട്ടു. ഈസ് കാൾഡ് RH റിബർഗ് കോൺസ്റ്റന്റ് വാല്യൂ പറയണം. 1.097 എന്ന് കൊടുത്താലും മതി. therefore nu bar is equal to RH into 1/n1² minus 1/n2² is called റിബർഗ് ഫോർമുല. ഈ റിബർഗ് ഫോർമുലയെ ബേസ് ചെയ്ത് ഹൈഡ്രജൻ സ്പെക്ട്രം extend from എവിടെ നിന്നൊക്കെയാണ് പോയിരിക്കുന്നത്? ഫ്രം ഇൻഫ്രാറെഡ് ടു ഫ്രം അൾട്രാവയലറ്റ്. തിരിച്ചു പറയണം. ഫ്രം അൾട്രാവയലറ്റ് ടു ഇൻഫ്രാറെഡ് റീജിയൻ. ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ? സ്കൂളിൽ 10th 11th പഠിച്ചിട്ടുള്ളത്. കെമിസ്ട്രി പഠിക്കുന്നതാണ്. ഇനി എത്ര പഠിപ്പിച്ചു എന്ന് എനിക്കറിയത്തില്ല. അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് റീജിയൻ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ബോർഡ് തീർന്നു കേട്ടോ എഴുതി. നല്ല എഴുതിയല്ലേ അപ്പം? ഓക്കെ. ഇൻ ദി അൾട്രാവയലറ്റ് റീജിയൻ റീജിയനില് അതിന് ഒരു സീരീസേ ഉള്ളൂ. ഇറ്റ് ഹാസ് ലൈമാൻ സീരീസ്, LYMANN സീരീസ്. ഇൻ ദി വിസിബിൾ റീജിയൻ it has Balmer series and all other series are in infrared region. Infrared region വരുന്ന ലെമൻ സീരീസ്, ബാൽമർ സീരീസ്, പിന്നെ വരുന്ന പേസ്റ്റൻ സീരീസ്, അങ്ങനെയല്ലേ പറഞ്ഞു? ലെമൻ സീരീസ്, പേസ്റ്റൻ PASCHEN സീരീസ്, പിന്നെ വരുന്ന ബ്രാക്കറ്റ് BRACKETT സീരീസ്,
ആൻഡ് പി ഫണ്ട് സീരീസ്. ഫണ്ട് സീരീസ് എന്ന് പറഞ്ഞാൽ മതി, പി ഫണ്ട് പറയണമെന്നില്ല. അതൊക്കെ ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചത്. ലൈമൻ സീരീസ് സമം ഫോർ ലൈമൻ സീരീസ്. ലൈമൻ സീരീസ് ആകുമ്പോഴത്തേക്ക് n1 ഈസ് ഈക്വൽ ടു 1 ആൻഡ് n2 ഈസ് ഈക്വൽ ടു 2, 2, 3, 4, 5, 6 എക്സെട്ര 6, 7, 8, 9, 10, 11 അങ്ങനെ എഴുതിക്കളല്ലേ. 5 വരെ ഉള്ളൂ, 6 വരെ ഇല്ല, ശരിക്കും 5 വരെ പറയാവൂ. ആൻഡ് ഫോർ ബാൽമർ സീരീസ്, ലൈമൻ സീരീസ് ബാൽമർ ആകുമ്പോഴത്തേക്ക് ഒരു നമ്പർ മാറും. ബാൽമർ സീരീസ് ആകുമ്പോഴത്തേക്ക് n1 ഈസ് ഈക്വൽ ടു 2 ആൻഡ് n2 ഈസ് ഈക്വൽ ടു 3, 4, 5, 6. ഫോർ പാസ്റ്റൻ CHEN series, n1 is equal to 3 and n2 is equal to 4, 5, 6 etc. and so on. അങ്ങനെ കറിയും and so on. So അതുകൊണ്ട് തന്നെ ഇവിടെ ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾ ചോദിക്കും. ആ ഡയഗ്രത്തിനകത്ത് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഓർബിറ്റ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ അത് ഓർബിറ്റൽ ഡയഗ്രം എന്ന് പറയും. ലെവൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ എനർജി ലെവൽ ഡയഗ്രം എന്ന് പറയും. ഇതാണ് ആദ്യത്തെ ഓർബിറ്റ്, രണ്ടാമത്തെ ഓർബിറ്റ്, മൂന്നാമത്തെ ഓർബിറ്റ്, നാലാമത്തെ ഓർബിറ്റ്, അഞ്ചാമത്തെ ഓർബിറ്റ്. അത്രയേ ഉള്ളൂ. ആറാമത്തെ കഴിഞ്ഞാൽ പിന്നെ അത് എക്സൈറ്റേഷനായി. 6 കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ ഇത് നോടിക്കളയും, ഇവിടെ നിൽക്കൂല. അപ്പൊ അവിടെ പറയുമ്പോഴത്തേക്ക് n = 1, ഇവിടെ വരുമ്പോഴത്തേക്ക് അറിവാടേ n = 2, ഇവിടെ വരുമ്പോഴത്തേക്ക് n = 3, അടുത്തത് n = 4. ആദ്യത്തെ 2 ഓർബിറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും, പിന്നെ അത് കുറഞ്ഞു വരും. n = 4. അറിവാ മക്കളെ. അടുത്ത n = 5, 6. ഇങ്ങനെ പോകും. ലൈമൻ സീരീസ് ആകുമ്പോഴത്തേക്ക് എല്ലാ ഹയർ ഓർബിറ്റിൽ നിന്നും ഒന്നാമത്തെ ഓർബിറ്റിലേക്ക്, എല്ലാ ഹയർ ഓർബിറ്റിൽ നിന്നും ഒന്നിന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഓരോന്നായിട്ട് വരയ്ക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻഫ്രാ റെഡ് അല്ല, അൾട്രാ വയലറ്റ് ആണ്. അപ്പോൾ അത് ബ്ലൂ കളർ കൊടുത്താൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ വരും, ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരും, അടുത്തത് ഇങ്ങോട്ട് വരും, അതിൽ നിന്ന് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലൈൻസ് കാണുന്നത് ലൈമൻ സീരീസിലാണ്. ഇതിങ്ങനെ വരയ്ക്കണം. ഈ പടം മാത്രമായിട്ട് പരീക്ഷ ചോദിക്കുകയാണെങ്കിൽ 2 മാർക്ക്. ഈ എനർജി ലെവൽസ് എഴുതി കാണിക്കണം. അതുകൊണ്ടാണ് ഈ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുന്നത്. ഇതിന് പേര് ഓർബിറ്റായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഓർബിറ്റൽ ഡയഗ്രാം. ഇങ്ങനെ ഇതാണ് ലൈമൻ സീരീസ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ലൈമൻ സീരീസ്, ബാൽമർ സീരീസ്. അടുത്ത ലെവലിൽ പോകണം. ബാൽമർ സീരീസ് ആകുമ്പോഴത്തേക്ക് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. 3 മുതൽ 2, ഇവിടെ 1, ഇങ്ങനെ 1, ഇങ്ങനെ 1. ഈ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചു. CBSEക്ക് ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. CBSEക്ക് സ്റ്റേറ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല വരയ്ക്കാനായിട്ട്, വലിയ ഭംഗിയൊന്നും നോക്കുന്നില്ല. ലൈമൻ സീരീസ്, പിന്നെ വരുന്ന ബാൽമർ. പിന്നെ വരുന്നത് ബ്രാക്കറ്റ് സീരീസ്. ലൈമൻ സീരീസ്, ബാൽമർ സീരീസ്, ബ്രാക്കറ്റ് ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കുറയും. എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇവിടെ ഇങ്ങനെ വരും. നമുക്ക് ഇതേപോലെ കളർഫുള്ളായിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഞാൻ MSCക്ക് ചെയ്ത എക്സ്പെരിമെൻറ്റുകളായത് മുഴുവനും. ഹൈഡ്രജനൊക്കെ ബേൺ ചെയ്ത് നമ്മൾ ചെയ്തതാണ്.
സ്പെക്ട്രം അനാലിസിസ് നമുക്കുണ്ടായിരുന്നു. നമുക്ക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിച്ചിരുന്നതുകൊണ്ട് ഫുൾ സ്പെക്ട്രം അനാലിസിസ് ഞാൻ പഠിച്ചതാണ്. ഇത് അൾട്രാവയലറ്റ് റീജിയൻ, ഇത് വിസിബിൾ റീജിയൻ, ഇത് വരുന്ന ഇൻഫ്രാറെഡിലാണ് വരുന്നത് ബാൽമാർ സീരീസ്. പിന്നെ വരുന്നത് ബ്രാക്കറ്റ് സീരീസ്, ഇത് ഇൻഫ്രാറെഡാ IR വരുന്നത്. ബ്രാക്കറ്റ് സീരീസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരാളുണ്ട്, മോഡൽ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചിരുന്ന സാർ, അങ്ങനെ 2 പേര് ബ്രാക്കറ്റ് എന്നാണ്. അങ്ങനെ കാലുകൾ രണ്ടും വളഞ്ഞിട്ട് ബ്രാക്കറ്റ് പോലെ ഇരിക്കും. ഒരു കാലിങ്ങനെ വളഞ്ഞാണിരിക്കുന്നത്, വെള്ളക്കാലം എന്ന് പറയും. അതിന്റെ ബ്രാക്കറ്റ് സീരീസ്, ബ്രാക്കറ്റ്. ലെമൻ സീരീസ്, ബാൽമർ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്. അത് കഴിഞ്ഞിട്ട് പാസ്റ്റൻ സീരീസ്, ഇവിടെ അത് കഴിഞ്ഞിട്ട് പാസ്റ്റൻ ആണ് വരുന്നത്. ലെമൻ സീരീസ്, ബാൽമർ സീരീസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പാസ്റ്റൻ സീരീസ് ആണ്, ബ്രാക്കറ്റ് അല്ല, പാച്ചായി. പിന്നെ വരുന്ന ബ്രാക്കറ്റ് സീരീസ്. അതൊക്കെ വളരെ ഫെയ്ഡ് ആയിരിക്കും, കാരണം എനർജി ലെവൽ കുറവാണ്. കാരണം എനർജി വളരെ കുറവാണ്, ലൈൻസിന്റെ എണ്ണം വളരെ കുറവാണ്. ഏറ്റവും നന്നായി കാണാൻ പറ്റുന്നത് അൾട്രാവയലറ്റിലുള്ളതാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിന് ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ എടുക്കുക നമ്മൾ. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിലോട് കൺവേർട്ട് ചെയ്യുന്ന പ്രത്യേകം ഗ്ലാസ് ഉണ്ട്, അതിനകത്തിട്ട് കാണാൻ പറ്റും. ബ്രാക്കറ്റ് സീരീസ്. പിന്നെ ഫ്രണ്ട് ലൈൻ എന്നാണ് പറഞ്ഞത്, ശരിക്കും ഫ്രണ്ട് സീരീസ് എഴുതുക പി ഫ്രണ്ട് ലൈൻ എന്ന് പറയും. അത് ഒറ്റ ലൈനേ ഉള്ളൂ, ഏറ്റവും ഫെയ്ഡാണ്. അത് സാറിന് എക്സ്പെരിമെന്റ് ചെയ്താൽ അത് കാണാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം എനർജി ഡിഫറൻസ് ഇല്ല, കണ്ട വളരെ ചെറിയ ഗ്യാപ്പിൽ നിന്നാണ് പറഞ്ഞത്. സോ ഇറ്റ് ഇസ് കാൾഡ് ഫ്രണ്ട് ലൈൻ. ഈ പടം പരീക്ഷയ്ക്കൂടെ വരയ്ക്കും, ഇതോടെ വരയ്ക്കുമ്പോൾ essay തീരും. ഇതെല്ലാം ഇൻഫ്രാറെഡിലാണ്. അപ്പോൾ ഇത് വിസിബിൾ റീജിയൻ, വിസിബിൾ റീജിയൻ ഇത് ലൈമൻ അൾട്രാവയലറ്റ് റീജിയൻ, വിസിബിൾ റീജിയനിലെ 4 ലൈൻ H ആൽഫ, H ബീറ്റ, H ഗാമ, H ഡെൽറ്റ, ദെൻ ഇൻഫ്രാറെഡ്, ഇൻഫ്രാറെഡ്, ഇൻഫ്രാറെഡ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് പിള്ളേരെ essay. essay ഇതാ കിടപ്പുണ്ട് ഇവിടെ, തീർന്നില്ല, ഇത് കുറേ ഉണ്ടത്, കുറേ ഉണ്ട്. തെറ്റാതെ എഴുതി പഠിക്കണം. ക്ലിയർ ആയല്ലോ? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, ഹെർബർഗ് ഫോർമുല, അതിൽ നിന്ന് സ്പെക്ട്രം അനാലിസിസ്, ഇത്രയും കാര്യങ്ങൾ. ആ പടവും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടാവും. ആ പടം ഒരു മിനിറ്റ്. പേജ് നമ്പർ 16 എടുത്തേ, പേജ് നമ്പർ 16. പേജ് നമ്പർ 16 ഈ പടം കാണും. ആ പടം അത് എനർജി ലെവലാണെങ്കിൽ സ്ട്രെയിറ്റ്, ഇതിന്റെ തന്നെ സർക്കിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഓർബിറ്റൽ ഡയഗ്രാം. ഡയഗ്രാം ഒക്കെ സെയിമാണ്, പറഞ്ഞുതരാം. 5 ഫെയിലിയർ എങ്കിലും മിനിമം അറിയുക. ഒന്നാമത്തെ ഫെയിലിയർ failure of Bohr atom model. 1, ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ക്യാൻ ബി സർക്കുലർ ഓർ എലിപ്റ്റിക്കൽ. 2 ഓർബിറ്റ് ഇലക്ട്രോൺ ആകാം. പക്ഷെ ബോർ തിയറി വളരെ വ്യക്തമായിട്ട് സർക്കുലർ ഓർബിറ്റ് മാത്രമേ എടുത്തുള്ളൂ, രണ്ടാമത്തെ ഓർബിറ്റ് എടുത്തില്ല. There is no reason why circular orbit alone is chosen. Even though the orbit of an electron around a nucleus can be circular or elliptical, there is no reason why Bohr confirmed only circular orbit. അതൊരു ഫെയിലിയർ ആണ്. എലിപ്റ്റിക്കൽ എടുത്തെങ്കിൽ ഒരുപക്ഷെ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു, അയാൾ അത് ചെയ്തില്ല. രണ്ടാമത്തേത്, അക്കോർഡിംഗ് ടു ബോർ തിയറി ഇലക്ട്രോൺ ഈസ് എ പാർട്ടിക്കിൾ. കാരണം ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഈസ് എ പാർട്ടിക്കിൾ. ഇലക്ട്രോൺ ഈസ് എ പാർട്ടിക്കിൾ, CL particle. But by wave nature of matter, electron exhibits wave nature also. വേവ് നേച്ചറിനെ കുറിച്ച് അയാളൊന്നും പറയുന്നില്ല. ആ വേവിന് പ്രൂഫിനകത്ത് ഒരിടത്ത് വേവ് നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു കണ്ടീഷനും എടുത്തിട്ടില്ല.
അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിൾ ആണെന്ന്. അതുകൊണ്ടാണ് ആംഗുലർ മൊമെന്റം ഈക്വൽസ് NH/2π എന്നുള്ള എഴുതിയതിന് കാരണം. പക്ഷേ ഇലക്ട്രോണിന് വേവ് നേച്ചറിന് പകരം വേവ് നേച്ചറും ഉണ്ട്, അത് അയാൾ എടുക്കുന്നില്ല. എന്തുകൊണ്ട് വേവ് നേച്ചർ കൺസിഡർ ചെയ്തില്ല? there is no reason. മൂന്നാമത്തെ ഒരു തകരാറെന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ബോർ തിയറി, both position and momentum of an electron in an orbit is very precise. അതായത് ആംഗുലർ മൊമെന്റം NH/2π വ്യക്തമാണ്. പൊസിഷൻ എന്ന് പറയുമ്പോൾ റേഡിയസ്, വെലോസിറ്റി, അതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. രണ്ടും വളരെ പ്രിസൈസ് എന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷേ ഇത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് അഗൻസ്റ്റ് ആണ്. രണ്ടും കൂടെ ഒരേ സമയം ക്ലിയർ ആകാൻ പാടില്ല. ദിസ് ഈസ് അഗൻസ്റ്റ് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് ഭയങ്കര എതിരാണത്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഓൾറെഡി പ്രൂവ്ഡ് ആണ്. അപ്പൊ ഇത് തെറ്റാണ് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ. തെറ്റാണ്. പല കാര്യങ്ങളും സയൻസിന് അഗൻസ്റ്റ് ആയിട്ടാണ് അയാൾ എഴുതി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതിന് വ്യക്തമായ ഒരു ഉത്തരം അയാൾ പറയുന്നില്ല? നാലാമത്തത്, സ്റ്റാർക്ക് ഇഫക്റ്റ് ആൻഡ് സീമൻ ഇഫക്റ്റ്. ഇതൊന്നും വളരെ വ്യക്തമായിട്ട് പറയാൻ ബോർ തിയറിക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അഞ്ചാമത്തത്, ഡസ് നോട്ട് പ്രെഡിക്റ്റ് the intensity of lines. സ്പെക്ട്രൽ സീരീസ് ഒക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ശരി, ലൈമൻ സീരീസ് ഉണ്ട്, വാൽമർ സീരീസ് ഉണ്ട്, അതെല്ലാം പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് അതിന്റെ ഇന്റൻസിറ്റി മാറുന്നു അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല അയാള്. അതിനെക്കുറിച്ച് ഒരു എക്സാമ്പിൾ പോലെ അയാൾ പറയുന്നില്ല. ഇങ്ങനെ ഞാൻ 9 ഡിഫക്റ്റുകൾ എഴുതിയിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ഏതെങ്കിലും 5 കൊടുക്കുക, ഏതെങ്കിലും 5. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ഞങ്ങൾ ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും 5 പഠിച്ചിട്ട് പോവുക. does not predict about the intensity of lines. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് വളരെ മൊത്തം 13 ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ 9 ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 2 3 ഉള്ളൂ, 5 പഠിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇലക്ട്രോണിന്റെ തന്നെ സ്പിന്നുകൾ, ഹാഫും പ്ലസ് ഹാഫും മൈനസ് ഹാഫും, അതുപോലെ കോണ്ടന്റ് നമ്പേഴ്സ്, ഇതിന്റെ സ്പ്ലിറ്റിങ്, അതൊന്നും പറയുന്നില്ല. സബ് ഓർബിറ്റ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല അയാൾ. SPDF എന്ന് പറയുന്ന സബ് ഓർബിറ്റ്, അതൊന്നും അയാൾക്ക് അറിയില്ല. അയാളുടെ സയൻസിന് അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ട് ദ തിയറം കനോട്ട് ബി അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് എ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം. ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിന് ഇത് ആപ്ലിക്കബിൾ അല്ല. ഇങ്ങനെ കുറെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. കുറച്ചൊക്കെ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഈ 9 any 5 അവിടെ എഴുതി കൊടുക്കുക. കാര്യം ഡേവിസൺ ആൻഡ് ജർമർ എക്സ്പെരിമെന്റ്, അത് നമുക്ക് CBSEക്ക് വേണ്ട. പക്ഷെ അതിന്റെ റിസൾട്ട് പഠിക്കാൻ പറയുന്നുണ്ട്. ഇപ്പോഴും ഫുള്ള് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, റിസൾട്ട് പഠിക്കാനാണ് പറയുന്നവൻ. അതിന് ചെറിയൊരു പടമുണ്ട്, ഞാൻ ഇപ്പം വരച്ചു, അതൊക്കെ ഞാൻ ഇപ്പം വരച്ച് പറഞ്ഞുതരാം. ഇതൊരു ഫിലമെന്റാ. ആ ഫിലമെന്റ് ബേൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരു പ്ലേറ്റ് ഉണ്ടാവും. സാധാരണ ഡബിൾ പ്ലേറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട്. ആ ഡബിൾ പ്ലേറ്റ് സിസ്റ്റത്തിനകത്ത് 2 ചെറിയ സ്ലിറ്റ് ഉണ്ടാവും. ആദ്യത്തെ സ്ലിറ്റ് വലുത്, രണ്ടാമത്തെ സ്ലിറ്റ് ചെറുതും. ഞാൻ എൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഡയഗ്രത്തിൽ അത്രയൊന്നും വേണ്ട. ഫിലമെന്റിനെ നമ്മൾ കാഥോഡ് എന്ന് പറയും. ബാക്കി 2 ഇരിക്കുന്ന പ്ലേറ്റിനെ നമ്മൾ ആനോഡ് എന്ന് പറയും. ഇതിനെ നമ്മൾ ആനോഡ് എന്ന് പറയും. കാഥോഡ് എന്ന് പറയും, ഇതിനെ ആനോഡ് എന്ന് പറയും. ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ 16.3 വോൾട്ട് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. 16.3 വോൾട്ട് വേരിയബിൾ വോൾട്ടേജ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ അറേഞ്ച്മെന്റിന് മൊത്തം പറയുന്ന പേരിനാണ് ഇലക്ട്രോൺ ഗൺ. ഇറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോൺ ഗൺ.
ഗണ്ണം എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഗണ്ണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഷൂട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിലമെന്റ് വിച്ച് ഈസ് കാൾഡ് കാഥോഡ്. വെൻ ദ ഫിലമെന്റ് ഈസ് ഹീറ്റഡ് ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ്. ആ ഇലക്ട്രോൺസ് ഒരു ചെറിയ സ്ലിറ്റ് വഴി പാസ് ചെയ്ത് മുമ്പോട്ട് വരും. ആ വരുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഫൈൻ ബീം ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. ഫൈൻ ബീം ഓഫ് ഇലക്ട്രോൺ, ഫൈൻ ബീം. ഇലക്ട്രോൺ ആണ്. ഞാൻ വെറുതെ കളിക്ക് പറഞ്ഞാണ് പിള്ളേരെ, നിങ്ങളതിന് വേറൊന്നും കരുതിക്കളയല്ലേ. ഞാൻ നിങ്ങൾക്കൊരു രസം പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ പൊന്നു പിള്ളേരില്ലേ നിങ്ങളൊക്കെ. ഫൈൻ ബീം ഓഫ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ വന്ന് വീഴുന്നത് ഒരു ക്രിസ്റ്റലിലാണ് വീഴുന്നത്. നിക്കൽ ക്രിസ്റ്റൽ. ക്രിസ്റ്റലിന്റെ പേര് എൻട്രൻസിന് ചോദിക്കും. നിക്കൽ ക്രിസ്റ്റൽ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തിനാണ് നിക്കൽ സെലക്ട് ചെയ്തത്? കാരണം നിക്കൽ ക്രിസ്റ്റലിലാണ് ബ്രാഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്തത്. 2D sin θ = n λ എന്ന് പറയുന്ന ബ്രാഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്തത് ഈ നിക്കൽ ക്രിസ്റ്റലിലാണ്. ഇറ്റ് ഈസ് ദ നിക്കൽ ക്രിസ്റ്റൽ. അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിക്കൽ ക്രിസ്റ്റൽ. ഈ പടം ഒരിക്കൽ വരയ്ക്കാൻ CBSE ചോദിച്ചു. ഇന്നില്ല എന്ന് പറയുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് എടുത്തു തന്നിട്ടുണ്ട്. ഇവിടെ വന്ന് വീഴുന്ന ഇലക്ട്രോണ് ഈ ക്രിസ്റ്റലിൽ തട്ടിയതിന് ശേഷം അത് ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യും. കുറെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോവും, കുറെ ഇങ്ങോട്ട് പോവും, കുറെ ഇങ്ങോട്ട് പോവും, കുറെ അങ്ങോട്ട് പോവും, കുറെ ഇങ്ങോട്ട് പോവും, കുറെ ഇങ്ങോട്ട് പോവും. ഈ ആനോഡിന് കൊടുക്കുന്ന വോൾട്ടേജ് ആണ് V എന്ന് പറയുന്നത്. ക്യാപിറ്റൽ V എന്ന് പറഞ്ഞാൽ ആനോഡ് കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. അത് വേരിയബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഈ പോകുന്ന ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഡിറ്റക്ടർ കാണും. ഡിറ്റക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബോക്സ്, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ബോക്സ്. അതിന്റെ ബാക്കിൽ ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ. ഇവിടുന്ന് കോളിമീറ്റർ എന്ന് പറയും. ടെലിസ്കോപ്പ് പോലത്തെ ഒരു സാധനമാണ്. ലെൻസ് ഒന്നുമല്ല അവിടെ ഇരിക്കുന്നത് കേട്ടാ. ലെൻസ് ആണെന്നൊന്നും കരുതി കളയല്ലേ. ഒരു ക്രിസ്റ്റലാണ് അവിടെ വരുന്നത്. ക്രിസ്റ്റൽ വരുവാനാണ്. ഇതിന് പറഞ്ഞ ZNS ഡിറ്റക്ടർ. സിങ്ക് സൾഫൈഡ് സ്ക്രീൻ, സിങ്ക് സൾഫൈഡ്, അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിറ്റക്ടറാണ്. ഇതാണ് നിങ്ങൾ പടം വരയ്ക്കാനുള്ളത്. ഇതിനിങ്ങനെ കറങ്ങി വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സർക്കുലർ ആർക്കിനകത്ത് ഒരു സാധനം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവൻ കറങ്ങി വരും. ഇങ്ങനെ കറങ്ങി വരൂ, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും. ഇതാണ് ഡയഗ്രാം. ക്ലിയർ ആയോ? ആ ഡയഗ്രാം നിങ്ങൾ ടിക്ക് ചെയ്യണം പരീക്ഷയ്ക്ക്. ഈ ഡയഗ്രാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വരയ്ക്കാൻ പറയും, വരയ്ക്കുകയും വേണം. പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ വേണമെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കാം. ചെറിയൊരു ആംഗിൾ ട്വിസ്റ്റ് ഉണ്ട്. അതിനെ നമുക്ക് അതിനെ ആംഗിളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കറങ്ങടേ തെണ്ടി. ഇതിന് ഒത്തിരി വൃത്തികെട്ട സ്വഭാവം ഒന്ന് ആലോചിച്ചു. ഇങ്ങനെയാണത് വരുന്നത്. ഇനി വരൂല. അതിനു മുമ്പ് അത് ഷിഫ്റ്റ് ആവുള്ളൂ. യെസ്, കറക്റ്റായി. യെസ്, ഇങ്ങനെയാണ് പോണത്. ഒരു 5 ഡിഗ്രിയുടെ ചെരിയണം. യെസ്, അതിനാണ് ഡോട്ടർ ലൈനിൽ അവിടെ ഇട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒറിജിനൽ ഉപകരണമാണ്. ഒറിജിനൽ ഉപകരണത്തിൽ ഇതാണ് അതിൻ്റെ അറേഞ്ച്മെന്റ്. ഇങ്ങനെ വരുള്ളൂ. ശരിക്കൊരു സെമി സർക്കുലർ ആർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെയൊക്കെ എഴുതുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി അങ്ങനെയൊന്നുമല്ല ഇരിക്കുന്നത്. പടം ക്ലിയർ ആയല്ലോ. ഇനി ഇതിനകത്ത് ചെയ്യുന്നത്, ഞാൻ ഇലക്ട്രോൺ ഗൺ ചൂടാക്കുന്നു, ഫിലമെന്റ് ചൂടാക്കുന്നു, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. ആ വീഴുന്ന ഇലക്ട്രോൺസ് ഈ ക്രിസ്റ്റലിൽ തട്ടിയിട്ട് ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് അവൻ സ്കാറ്റർ ചെയ്ത് പോകും. ആ സ്കാറ്റർ ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം ഈ സ്ക്രീൻ വെച്ച് ഞാൻ കണ്ടുപിടിക്കും. ഡിറ്റക്ടർ മൂവ് ചെയ്യിക്കും. ഡിറ്റക്ടർ മൂവ് ചെയ്തിട്ട്
ഓരോ പൊസിഷനിലും അതിന് കിട്ടുന്ന സിൻഡിലേഷൻസിന്റെ എണ്ണം, അതിനകത്ത് കിട്ടുന്ന ഡോട്ടുകളുടെ എണ്ണം, അതിനകത്ത് കിട്ടുന്ന ആ സ്കാറ്റർ ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം ഞാൻ എണ്ണിയെടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചു. അവിടെ 3 ഗ്രാഫ് കാണാം, നോക്കി, 4 ഗ്രാഫ്. ആ 4 ഗ്രാഫും പരീക്ഷയ്ക്ക് വരയ്ക്കണം. ഇതില് ആ മൂന്നാമത്തെ ഗ്രാഫ് എടുത്താൽ മൂന്നാമത്തെ ഗ്രാഫ് മാത്രമാണ് അത് നല്ല നല്ല ഡിഫൈൻഡ് ആയിട്ട് കാണുന്നത്. ബാക്കി ഗ്രാഫ് അത്ര ഡിഫൈൻഡ് അല്ല. മൂന്നാമത്തെ ഗ്രാഫിൽ കാണുന്ന കൂന് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഹമ്പ് പോലത്തെ സാധനം കാണാം, അത് മാക്സിമമായി. ആ മാക്സിമം ആയിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞത് 54 വോൾട്ടും 50 ഡിഗ്രിയിലുമാണ്. 54 വോൾട്ടിലും 50 ഡിഗ്രിയിലും, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. 54 വോൾട്ട് 50 ഡിഗ്രിയിൽ അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അറ്റ് 54 വോൾട്ട് and at a glancing angle of 50 degree, 50 degree, the scattering is maximum. And സെലക്റ്റീവ് ആണ്. സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു വോൾട്ടേജിൽ മാത്രമേ ഇത് കാണിക്കൂ. അതിൽ നിന്ന് നമ്മൾ ലാംഡയ്ക്ക് ഇന്നലെ ഇക്വേഷൻ പറഞ്ഞായിരുന്നു. വി ഹാവ് ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു √150/v. ഓർമ്മയുണ്ടോ പറഞ്ഞത്? ലാംഡ ഈസ് ഈക്വൽ ടു √150/v. വേവ് നേച്ചർ ഓഫ് മാറ്റർ എടുത്ത ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ലാംഡ ഈസ് ഈക്വൽ ടു √150/v. 150 divided by v. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിക്ക് വരെ 54 വോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ആൻസർ 1.66 ആങ്സ്ട്രോം എന്ന് കിട്ടി. പിന്നെ ബ്രാഗ് ഇക്വേഷൻ 2D sin theta. നിങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്, കെമിസ്ട്രി പഠിക്കേണ്ടതാണ്. ന്യൂമാരിക് എന്ത് കുന്ത പഠിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. 2D sin theta ഈക്വൽസ് n ലാംഡ. ലാംഡ ഞാൻ അവിടെ എഴുതിത്തരാം. n ലാംഡ. അവിടെ n ഈക്വൽസ് 1 ആണ്, ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട്. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ലാംഡ കാൽക്കുലേറ്റ് ചെയ്തു. ഫ്രം ദിസ് ലാംഡ ഈസ് എസ്റ്റിമേറ്റഡ്. ആ കിട്ടിയ ലാംഡ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത് മാത്തമാറ്റിക്കലി ഇത് വെച്ചിട്ട് ലാംഡ കണ്ടുപിടിച്ചു. ആ കിട്ടിയ ലാംഡ എന്ന് പറയുന്നത്, ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത്, എസ്റ്റിമേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1.65 ആങ്സ്ട്രോം ആയിരുന്നു. അതിൽ നിന്ന്, അതായത് ഇത് നമ്മൾ വേവ് നേച്ചർ ഓഫ് മാറ്ററിൽ നിന്ന് കണ്ടുപിടിച്ചാണ്. ഇത് വേവ് നേച്ചർ ഓഫ് മാറ്റർ വച്ചിട്ട് കണ്ടുപിടിച്ചല്ല. ഇത് ഓൾറെഡി ബ്രാഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ ബ്രാഗ് ഇക്വേഷനിൽ നിന്ന് കിട്ടിയ വാല്യൂവും വേവ് നേച്ചറിൽ നിന്ന് കിട്ടിയ വാല്യൂ സെയിം ആയതുകൊണ്ട് ഇറ്റ് ഈസ് കൺഫേംഡ് ദാറ്റ് ഇലക്ട്രോൺ എക്സിബിറ്റ്സ് വേവ് നേച്ചർ ഇൻ അഡീഷൻ ടു ദ പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറഞ്ഞു നിർത്തി. അതിനാണ് അയാൾക്ക് നോബൽ പ്രൈസ് കൊടുത്തത്. ഈ വാല്യൂ അയാൾ വെരിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് അയാൾ കണ്ടുപിടിച്ചു. അതാണ് കൊടുത്തിരിക്കുന്നത്. ദ വാല്യൂ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ബീം calculated by the two methods are in well agreement. Thus, Davison and Germer experientially proved that matter exhibits wave nature also. എന്ന് പറഞ്ഞ അവിടെ അങ്ങ് നിർത്തുക. ഇത്രയേ ഉള്ളൂ പരീക്ഷയ്ക്ക്. ഈ എക്സ്പെരിമെന്റ് ഡയഗ്രത്തിനാണ് പ്രാധാന്യം. ഈ ഇക്വേഷൻ പറയണം. 2D sin theta equals n lambda. ആദ്യമായിട്ട് എക്സ്പെരിമെന്റ് നടത്തി അന്ന് പ്രൂവ് ചെയ്തിരുന്നത് നിക്കൽ ക്രിസ്റ്റലായിരുന്നു. അതുകൊണ്ടാണ് നിക്കൽ ഉപയോഗിക്കാൻ കാരണം. നിക്കൽ മനസ്സിലായല്ലോ. വൈ നിക്കൽ ക്രിസ്റ്റൽ ഈസ് ചോദിക്കുകയാണെങ്കിൽ ബ്രാഗ് ഇക്വേഷൻ 2D sin theta equals n lambda. ബ്രാഗ് ഇക്വേഷൻ ആദ്യമായിട്ട് എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്ത് നിക്കലിലായിരുന്നു. അതിന്റെ ഡി നമുക്കറിയാം. തീറ്റയും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം അതിന്റെ സ്പേസിങ്ങും അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിരുന്നു നിക്കൽ ക്രിസ്റ്റൽ. മാത്രമല്ല ഇലക്ട്രോണിനെ സ്കാറ്റർ ചെയ്യാനുള്ള ഡെപ്ത് ഉള്ള ക്രിസ്റ്റലാണ് നിക്കൽ. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ കാരണം. ദിസ് ഈസ് കാൾഡ് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ്. ഈ പടം വളരെ പ്രധാനമാണ്. ഈ പടം വരയ്ക്കുമ്പോഴത്തേക്ക് ഈ പടവും വരയ്ക്കണം, ഗ്രാഫും വരയ്ക്കണം. ആ ഗ്രാഫ് വളരെ പ്രധാനമാണ്. ഞാൻ ഗ്രാഫ് വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കാം. ആ ബുക്കിനകത്തുള്ള ഗ്രാഫിനകത്ത് 3ാമത്തെ ഗ്രാഫാണ് ഏറ്റവും പ്രധാനം. 3ാമത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫ് ഇങ്ങനെ പോയി അവിടെ വന്നിട്ട് ചെറിയൊരു വളവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വളവുണ്ട്. വളവ് എടുത്തിട്ട് ഇതിങ്ങനെ അല്പം ഒന്ന് ചരിഞ്ഞിങ്ങനെ പോകും. അത് അല്പം ഒരു ഒടിവുണ്ട്. അത് അങ്ങനെയല്ല വരണം. ഗ്രാഫ് അങ്ങനെ എടുത്തിട്ട്
പിന്നെ പറയാൻ പറ്റില്ല, ചെറിയൊരു വളവോട് കൂടി അത് വളഞ്ഞ് ഇങ്ങനെ അതാണ്. ഇതിൻ്റെ നടുക്ക് വരുന്ന ആംഗിളാണ് ഗ്ലാൻസിങ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിളാണ് ഗ്ലാൻസിങ് ആംഗിൾ. ഇതിൻ്റെ പീക്കി കൂടെ കട്ട് ചെയ്ത് പോകണം ഈ ആംഗിൾ. അത് ഞാൻ ഡയഗ്രത്തിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് Y ആക്സിസ് എന്നായിരിക്കും കണ്ടുപിടിക്കുന്നത്. കണ്ട, സാധാരണ എല്ലാ ഇൻസിഡന്റ് ബീമിൻ്റെ ആംഗിളിൽ നിന്ന് ഇത്ര ആംഗിൾ തിരിഞ്ഞു എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ വരുന്ന വോൾട്ടേജ് 54 വോൾട്ട്. സ്കൂളിൽ എടുത്ത് കാണുമെന്ന് കരുതുന്നത്. ഇതൊന്നും മിക്കവാറും സ്കൂളുകളൊക്കെ നിങ്ങൾ പഠിച്ചോണം പറയുന്നത് പിടിങ്ങളെ. ഇത് നിക്കൽ ക്രിസ്റ്റൽ.